ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ ഇൻ വൺ. നമുക്കിന്ന് നമ്മുടെ എത്തിക്സ് യൂസിങ് കോമൺ സെൻസ് സീരീസിലെ 5ാമത്തെ ക്ലാസ് ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന മൊഡ്യൂളാണ്. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് മൊഡ്യൂളാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് ചോദ്യം വരാറുള്ളൊരു മേഖലയാണ്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഹ്യൂമൻ വാല്യൂസ് ഡിസ്കസ് ചെയ്തിരുന്നു. സോ അതിന്റെ ആൻസേഴ്സ് റൈറ്റിങ്ങിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടില്ല. ബട്ട് ഐ ഹോപ്പ് യു ഹാഡ് കവേർഡ് ദ ടോപ്പിക്സ് ആസ് വെൽ ആസ് മേഡ് യുവർ നോട്ട്സ്. സോ നമുക്കിന്ന് ഡയറക്റ്റ് ആറ്റിറ്റ്യൂഡിലോട്ട് പോവാം. സോ ഹ്യൂമൻ വാല്യൂസ് ചാപ്റ്റർ എടുത്തപ്പോൾ പറഞ്ഞിരുന്നു അതിൽ പലതരം വാല്യൂസിനെ പറ്റി നമ്മളൊരു സെഷൻസ് ഉടനെ തന്നെ വരുന്നു. അതിന്റെ നോട്ട് മേക്കിങ്ങും പരിപാടിയൊക്കെ നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ ആൾമോസ്റ്റ് ഓവർ ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ് വീക്ക് പ്രോബബ്ലി ഒക്ടോബർ 20 മുമ്പായിട്ട് നമ്മൾ അതിന്റെ ലോഞ്ച് ഉണ്ടായിരിക്കുന്നതാണ്. സോ അത് വരെ നമ്മൾ ബാക്കി ടോപ്പിക്സ് കവർ ചെയ്ത് പോകും. ഓക്കെ, സോ ആറ്റിറ്റ്യൂഡിലോട്ട് പോവാം. ആറ്റിറ്റ്യൂഡ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലോട്ട് പല കാര്യങ്ങളും വരുന്നുണ്ടായിരിക്കും അല്ലേ? ഓക്കെ, അതൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് PYQ അനാലിസിസ് ഏത് സാധനവും നമ്മൾ പഠിക്കാൻ എടുക്കുമ്പോൾ ചെയ്യണം. PYQ ആയിട്ട് അതിന്റെ ലിങ്കേജ് എന്താണ്? സോ ആറ്റിറ്റ്യൂഡ് വളരെയധികം ഡയറക്റ്റ് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു മേഖലയാണ്. എന്താണ് ആറ്റിറ്റ്യൂഡ്? ആറ്റിറ്റ്യൂഡിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? പബ്ലിക് സർവീസിൽ അതിന്റെ ഗുണം എന്താണ്? പബ്ലിക് സർവീസിൽ അതെങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യാം? വളരെ ഡയറക്റ്റ് ചോദ്യങ്ങളാണ്. നമ്മൾ എത്തിക്സിനായിട്ട് ഏതൊരു ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴും കവർ ചെയ്യുന്ന 4 ഡയമെൻഷൻസും ആണ് അല്ലേ? സോ അത് ചോദിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മളൊരു അഡ്മിനിസ്ട്രേറ്റീവ് എക്സാമ്പിൾ ആയതുകൊണ്ട് തന്നെ പബ്ലിക് സർവീസിലുള്ള ആറ്റിറ്റ്യൂഡിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത്. ചോദ്യങ്ങൾ നോക്കാം. എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഈസ് എസെൻഷ്യൽ ഫോർ എ സിവിൽ സർവന്റ്. ഓക്കെ, അതൊരു സ്റ്റേറ്റ്മെന്റ് പോലെ തന്നിട്ടുണ്ട്. ഞാൻ എക്സാക്ട് ചോദ്യങ്ങളല്ല ഇട്ടേക്കുന്നത്, അതിൽ നിന്ന് തീംസ് ഐഡന്റിഫൈ ചെയ്താണ് ഇട്ടേക്കുന്നത്. ഓക്കെ, സോ വാട്ട് കോൺട്രിബ്യൂട്ട്സ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇൻ എ പേഴ്സൺ? ഓക്കെ, അതായത് ഫാക്ടേഴ്സ്. ഓക്കെ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ആറ്റിറ്റ്യൂഡ് ആണ് ചോദിച്ചേക്കുന്നത്. ഒരു പേഴ്സണൽ ലെവൽ 2020 ചോദ്യമാണ്. 2021 ചോദ്യം നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഹൗ ടു ബിൽഡ് എ സൂട്ടബിൾ ആറ്റിറ്റ്യൂഡ് നീഡഡ് ഫോർ എ സിവിൽ സർവന്റ്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഇനി 2025 ഒരു അതിമനോഹരമായ ഒരു കോട്ട്, വില്യം ജെയിംസിന്റെ ഒരു അടിപൊളി കോട്ട് തന്നിട്ട് ചോദിച്ചു, അതിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ ചോദിച്ചിരുന്നു. ദ ഗ്രേറ്റസ്റ്റ് ഡിസ്കവറി ഓഫ് മൈ ടൈം ഈസ് ദാറ്റ് വി ക്യാൻ ചേഞ്ച് അവർ ലൈഫ് ബൈ മിയർലി ചേഞ്ചിങ് അവർ ആറ്റിറ്റ്യൂഡ്. ഓക്കെ, ഈ ഒരു കോട്ട് തന്നിട്ട് ഇതിനെപ്പറ്റി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ആറ്റിറ്റ്യൂഡിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നല്ലേ ഈ ചോദ്യത്തിന്റെ അർത്ഥം. അതെങ്ങനെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു. ഓക്കെ, സോ ആ ഒരു ഡയമെൻഷനാണ് നമ്മളിവിടെ ഉത്തരം എഴുതേണ്ടിയിരുന്നത്. ഈ കോട്ടൊന്ന് പഠിച്ചു വെച്ചോ. വി ക്യാൻ യൂസ് ഇറ്റ് ഇൻ കൺക്ലൂഷൻസ് ആസ് വെൽ അല്ലേ? പ്രത്യേകിച്ച് UPSC ഒരു വട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് തിരിച്ചെഴുതി കൊടുക്കുമ്പോൾ ദാറ്റ്സ് എ ബിഗ് പ്ലസ് ടു അസ്, ബിഗ് വാല്യൂ അഡിഷൻ ടു ആൻസർ. 2014 ഒരു ചോദ്യമാണ്. അത് കറക്റ്റ് ചോദ്യത്തിന്റെ വേർഡ്സിലല്ല എഴുതിയേക്കുന്നത്, ജസ്റ്റ് ഡീകോഡ് ചെയ്ത് ഞാൻ എഴുതിയേക്കാണ് ഇവിടെ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഫോർമേഷൻ ഓഫ് എ പേഴ്സൺസ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ് സോഷ്യൽ പ്രോബ്ലംസ്. Contrasting attitudes on many social problems like in caste system. How do you explain the existence of these contrasting attitudes? Wait a second, let me check the recording. Yeah, it's on. Okay, so factors എന്താണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ആറ്റിറ്റ്യൂഡ്? ഒരു വ്യക്തിക്ക് സോഷ്യൽ പ്രോബ്ലത്തിനോടുള്ള ആറ്റിറ്റ്യൂഡിനെ അഫക്ട് ചെയ്യുന്ന ഘടകങ്ങൾ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ആറ്റിറ്റ്യൂഡ് ആണ് ചോദ്യം. നേരത്തെ ചോദിച്ചിട്ടുള്ള അതേ ചോദ്യം അല്ലേ? ആൻഡ് കോൺട്രാസ്റ്റിംഗ് ആറ്റിറ്റ്യൂഡ്സ് സോഷ്യൽ പ്രോബ്ലംസ് ലൈക്ക് ഇൻ കാസ്റ്റ് സിസ്റ്റം. ഇപ്പൊ കാസ്റ്റ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടല്ലേ? അത് വേണമെന്ന് വാദിക്കുന്നവരുണ്ട്, വേണ്ടെന്ന് വാദിക്കുന്നവരുണ്ട്. അത് നല്ലതാണ്, അതുകൊണ്ട് ഗുണമുണ്ടെന്ന് പറയുന്നുണ്ട്, ഗുണമില്ലെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അത് പഴയ ഒരു ശരിയാണ്, നിലവിൽ അത് വേണ്ടെന്നുള്ള വാദങ്ങൾ. അങ്ങനെ പല ആറ്റിറ്റ്യൂഡ് അതിനെ പറ്റിയുണ്ട് അല്ലേ? സോ അതിനെപ്പറ്റി 1-2 വാക്കുകൾ നമ്മൾ എഴുതണമായിരുന്നു. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സബ്ജക്റ്റിനെ പറ്റി തന്നെ പല ആറ്റിറ്റ്യൂഡ് വരുന്നതെന്നുള്ളത്. ഓക്കെ, എത്തിക്സ് ചാപ്റ്റർ ഒക്കെ പഠിച്ചതിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരങ്ങൾ മനസ്സിൽ വരുന്നുണ്ടാവും. ഓക്കെ, വെയിറ്റ്, നമുക്ക് നോക്കാം. കോമൺ സെൻസ് ഉപയോഗിച്ച് തോന്നുന്ന ആ വരുന്ന സാധനങ്ങൾ തന്നെ. ഓക്കെ, പിന്നെ ഹൗ ഡു യു എക്സ്പ്ലെയിൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ദീസ് കോൺട്രാസ്റ്റിംഗ് ആറ്റിറ്റ്യൂഡ്സ്? ഓക്കെ, നമുക്ക് എഴുതാവുന്ന ചോദ്യമായിരുന്നു. 2014 വളരെ ഡയറക്റ്റ് ആണ്. പക്ഷെ നമ്മൾ മറ്റ് ചാപ്റ്ററിൽ PYQ അനലൈസ് ചെയ്ത പോലെ കൺസിസ്റ്റന്റ് ആയിട്ട് 2025 പോലും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ ഡീകോഡ് ചെയ്താൽ തന്നെ മനസ്സിലായേന. ലൈക്ക് ദ ഗ്രേറ്റസ്റ്റ് ഡിസ്കവറി ഓഫ് മൈ ടൈം ഈസ് ദാറ്റ് വി ക്യാൻ ചേഞ്ച് അവർ ലൈഫ് ബൈ മിയർലി ചേഞ്ചിങ് അവർ ആറ്റിറ്റ്യൂഡ്. ഇമ്പോർട്ടൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ്, അതെങ്ങനെ ജീവിതത്തെ മാറ്റുന്നു, അതായിരുന്നു ചോദ്യം. എന്നാൽ ഇതിൽ നിന്ന് ഇങ്ങനെ ഡയറക്റ്റ് അല്ലാതെ മറ്റു ചോദ്യങ്ങളും വരുന്നുണ്ട്. കണ്ടംപററി ഓർ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിൽ എല്ലാ ചോദ്യം ഇട്ടില്ല, കുറച്ച് 3-4 ചോദ്യം ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. യുവജനങ്ങൾ, അതും നല്ല അടിപൊളി എത്തിക്കലൊക്കെ ആയിട്ടുള്ള ആൾക്കാർ പോലും പൊളിറ്റിക്സിലോട്ട് ഇറങ്ങുന്നില്ല. എന്തുകൊണ്ട്? അതായത് അവർക്ക് പൊളിറ്റിക്സ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ആൻഡ് ആ
അത് മാറാൻ വേണ്ടി കുറച്ച് സ്റ്റെപ്സും സജസ്റ്റ് ചെയ്യാം. 2017 ചോദ്യമാണ്. ഓക്കെ, ഈ ചോദ്യം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കണം ആറ്റിറ്റ്യൂഡിനെ പറ്റിയാണെന്നുള്ളത്. വായിച്ചു കഴിയുമ്പം അവരുടെ മനോഭാവമാണ് അല്ലേ, അവരുടെ ആറ്റിറ്റ്യൂഡിനെ പറ്റിയാണ് ചോദ്യം. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് പരിചയം വരുമ്പോൾ നമുക്ക് ആ ഓട്ടോമാറ്റിക് ആയിട്ട് ആ രീതി നമ്മുടെ ആൻസറും പൊയ്ക്കാണ്. സോ അത് പറയേണ്ട, ഇത് ആറ്റിറ്റ്യൂഡ് പാഠത്തിലാണ്, ഞാൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഇത് സ്വമേധയാ വന്നോളൂ. വിത്ത് പ്രാക്ടീസ് വി വിൽ ഗെയിൻ ദിസ്. പിന്നെ നോക്കാം, ഹൗ ഡസ് സോഷ്യൽ ഇൻഫ്ലുവൻസ് 2016 ഹൗ ഡസ് സോഷ്യൽ ഇൻഫ്ലുവൻസ് ആൻഡ് പെർസുവേഷൻ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട് കോൺട്രിബ്യൂട്ട് ടു ദ സക്സസ് ഓഫ് സ്വച്ഛ് ഭാരത് അഭിയാൻ. ഓക്കെ, അതായത് സോഷ്യൽ ഇൻഫ്ലുവൻസ് ആൻഡ് പെർസുവേഷൻ വഴി എങ്ങനെയാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ, സ്വച്ഛ് ഭാരത് മിഷൻ ഉണ്ടല്ലോ, അതെങ്ങനെ ഇത്രത്തോളം വിജയിച്ചത്. അത് ആക്ച്വലി ഇതിന്റെ കുറച്ചൊരു ആപ്ലിക്കേഷൻ ലെവലാണ്. അത് നമുക്ക് നിൽക്കാം. ആൻഡ് സ്വച്ഛ് ഭാരത് മിഷൻ നമ്മൾ ആറ്റിറ്റ്യൂഡിന്റെ ഒരു വലിയൊരു സ്റ്റാർ എക്സാമ്പിളുമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മിഷനാണ്. സോ അത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് നോക്കാം. ഇങ്ങനെയും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അതാണ് നമ്മൾ PYQ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഈ ഡയമെൻഷനിൽ നിന്നും ചോദ്യം വന്നിട്ടുണ്ട്. 2014 ആണ്. നല്ലൊരു ചോദ്യമാണ്, ഒരു സ്റ്റാർ ചോദ്യം. 2021 ഡിജിറ്റൽ ടെക്നോളജിയുടെ ഇമ്പാക്ട് റാഷണൽ ഡിസിഷൻ മേക്കിംഗ് തമ്മിൽ. ഓക്കെ, അതെങ്ങനെയാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുന്നത് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. ഓക്കെ, ക്രിറ്റിക്കലി ഇവാലുവേറ്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. ഫാക്ടേഴ്സ് എഴുതുക, ഒരു സ്യൂട്ടബിൾ എക്സാമ്പിൾ ഒഴിച്ച് അത് എലാബറേറ്റ് ചെയ്ത് എഴുതുക. ഓക്കെ അല്ലേ? സോ ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നത്. ഡയറക്റ്റ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ആപ്ലിക്കേഷൻ ലെവലും വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ തീംസ് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത നോട്ടിലോട്ട് നമുക്ക് പോവാം. അതുവഴി ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. സോ ആറ്റിറ്റ്യൂഡ്, സോ ഇൻട്രോ പറയുന്നുണ്ട്. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലോട്ട് എന്തൊക്കെ ഓർമ്മ വരും? കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ക്രാക്ക് ചെയ്യുക ആണല്ലോ നമ്മുടെ ലക്ഷ്യം. ആറ്റിറ്റ്യൂഡ്, നമ്മൾ സ്കൂൾ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ പലരെയും നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയാറുണ്ട്. അവർക്ക് എന്ത് ആറ്റിറ്റ്യൂഡ്, അവൻ എന്ത് ആറ്റിറ്റ്യൂഡ്, ആ മിസ്സിന് എന്ത് ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ ജാഡ എന്നായിട്ടാണ് നമ്മൾ മലയാളത്തിൽ പലപ്പോഴും പറയാറുള്ളത്. പക്ഷെ നമ്മൾ പറയാറുള്ള ആ ആറ്റിറ്റ്യൂഡ് ഈസ് ജസ്റ്റ് ഫൺ ഓഫ് ആൻ ആറ്റിറ്റ്യൂഡ്. അയാൾക്ക് ആ മറ്റു വ്യക്തികളോട് അല്ലെങ്കിൽ നമ്മളോടുള്ള ഒരു മനോഭാവം മാത്രമാണ്. ഓക്കെ, ഈ മനോഭാവം പല കാര്യങ്ങളിലാവാം. ഇപ്പം ഐസ്ക്രീം കാണുന്ന കുട്ടി തുള്ളിച്ചാടുന്നതും അത് ഓടിപ്പോയി വാങ്ങിച്ചു കഴിക്കുന്നു, കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഐസ്ക്രീമാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട നടനെ കാണുമ്പോൾ കുറെ റിയാക്ഷൻ ചെയ്യുന്നത്, അത് ഇപ്പൊ എനിക്ക് എന്റെ ഇഷ്ടപ്പെട്ട നടനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അതുപോലെ സിഗരറ്റിങ് പറയുമ്പോൾ സിഗരറ്റ് സ്മോക്ക് വരുമ്പോൾ തന്നെ ഒരാൾ ഓടി കളിക്കുന്നു, മൂക്കും പൊത്തി ഓടുന്നതാണ്, അത് അയാൾക്ക് അതിനോടുള്ള ആറ്റിറ്റ്യൂഡാണ്. ഓക്കെ, പല രീതിയിൽ ഈ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പും ആവും. ഓക്കെ, നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷനിലോട്ട് തന്നെ പോവാം. അത് നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റുന്നത് എന്താണ് ആറ്റിറ്റ്യൂഡിന്റെ ഡെഫിനിഷൻ എന്നാണ്. ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നമുക്കൊരു സാധനത്തിനോടുള്ള ഒരു മനോഭാവമാണെന്ന് മനസ്സിലായില്ലേ? സോ ആ സിമ്പിൾ ആൻഡ് ഹംബിൾ ഡെഫിനിഷനിലോട്ട് പോവാം. ആറ്റിറ്റ്യൂഡ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ പേഴ്സൺസ് മെന്റൽ ആൻഡ് ഇമോഷണൽ ഓറിയന്റേഷൻ ടുവാർഡ്സ് സംവൺ അല്ലെങ്കിൽ സംതിങ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വിച്ച് കുഡ് ബി റിഫ്ലക്റ്റഡ് ത്രൂ ദെയർ തോട്ട്സ്, ഫീലിംഗ്സ് ആൻഡ് ബിഹേവിയർ. അല്ലേ, ഒരു പേഴ്സന്റെ മെന്റൽ, അല്ലെ, മാനസികമായും അല്ലെങ്കിൽ വൈകാരികവുമായിട്ടുള്ള ഒരു ഓറിയന്റേഷനാണ്, അതായത് മനോഭാവമാണ് ഒരു സാധനത്തിനോടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോടോ. ഇപ്പം ഒരു ആക്സിഡന്റ് നടന്നു, ഒരു സിറ്റുവേഷൻ ആണ്. സോ ഓടി അയാളെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നു, അതൊരു ആറ്റിറ്റ്യൂഡ്. അല്ലെങ്കിൽ അത് കാണുമ്പോൾ പഴയ എന്തെങ്കിലും ട്രോമ ഹിറ്റായി നമ്മൾ പതച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഫ്രീസ് ആയി നിൽക്കും, അത് വേറൊരു ആറ്റിറ്റ്യൂഡാണ്. സോ ഇതൊരു മനോഭാവമാണ്. ഓക്കെ, അതിൽ സൈക്കോളജിക്കലി പല ഡെഫിനിഷൻ കാണും. ഓക്കെ, എന്നാലും സോ ഇറ്റ്സ് ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡ്സ് അല്ലേ വി ഹാവ്. അതായത് ഒരു വ്യക്തിയോടാകാം, അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ഒബ്ജക്റ്റ്, ഒരു പേന, ഇതിന് ഗിഫ്റ്റ് കിട്ടിയ പെൻസിലാണെങ്കിൽ ആ പെൻസിലിനോടുള്ള ഒരു മനോഭാവം ആകാം. അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ, നമ്മുടെ ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ, അങ്ങനെയുള്ള പല സിറ്റുവേഷൻ, അല്ലെങ്കിൽ മാരേജ് സിറ്റുവേഷൻ, അങ്ങനെയുള്ള പല സിറ്റുവേഷൻസിനോട് നമുക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആകാം. മീൻസ് നമ്മുടെ മനോഭാവം, അതാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് കാരണമാവുന്നത് നമ്മുടെ ചിന്തകൾ, ഫീലിങ്സ്, ബിഹേവിയർ. ഓക്കെ, കാരണമല്ല, ഇതിന്റെ റിഫ്ലക്ഷൻ. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞു, ഒരാൾക്ക് സിഗരറ്റ് സ്മെൽ ഇഷ്ടമല്ല, അപ്പൊ ഒരു സിഗരറ്റ് കത്തിക്കുന്ന കാണുമ്പോൾ അയാൾ എന്ത് ചെയ്യും? അയാൾക്ക് അതിനോട് മോശം ആറ്റിറ്റ്യൂഡാണുള്ളത്. അപ്പൊ ആ മോശം ആറ്റിറ്റ്യൂഡ് അയാളുടെ പ്രവൃത്തികളിൽ അത് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ അയാൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഓടി ഒളിക്കും, മൂക്ക് പൊത്തും, അല്ലെങ്കിൽ അവനോട് പറയും പബ്ലിക് പ്ലേസിൽ ഇത് ചെയ്യാൻ പാടില്ല, അതെടുത്ത് അണച്ചിട്ട് പോകാൻ പറയും, അല്ലേ? സോ അങ്ങനെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയിൽ അത് റിഫ്ലക്ട് ചെയ്യും, നമ്മുടെ ഫീലിങ്സിൽ അത് റിഫ്ലക്ട് ചെയ്യും, നമ്മുടെ പ്രവൃത്തികളിലും അത് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അതായത് ആറ്റിറ്റ്യൂഡ് എന്താന്ന് വെച്ചാൽ വാട്ട് യു തിങ്ക് പ്ലസ് വാട്ട് യു ഫീൽ പ്ലസ് ഹൗ യു ആക്ട് എന്ന് വേണേൽ നമുക്ക് പറയാം. ഓക്കെ,
നമ്മുടെ ബിഹേവിയറുമായിട്ട് ഭയങ്കരമായിട്ട് ലിങ്ക് ആവുന്നുണ്ട് ആറ്റിറ്റ്യൂഡ്. ഓക്കെ, ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ ബിഹേവിയർ നമുക്ക് വേണേൽ പറയാം. ഇതിന് നമുക്കൊരു തിങ്കർ തന്നൊരു ഒരു ഡെഫിനിഷനും കൂടി നമ്മൾ പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. അത് കുറച്ചും കൂടി ഷോർട്ട് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നോട്ടിലോട്ട് ആഡ് ചെയ്തേക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞത് കുറച്ചൊന്ന് ഇലാബറേറ്റ് ആയി പോയില്ലേ, അത് വലുതായി പോയി എന്ന് തോന്നുന്നവർക്ക് ഇത് ഉപയോഗിക്കാം. ആൻഡ് വി ആർ നമ്മളൊരു തിങ്കറിനെയും കൂടി കൊണ്ടുവരുന്നുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ കാൾ ജങ്, ഓക്കെ, വളരെ ഫേമസ് ഫിലോസഫിക്കൽ തിങ്കറൊക്കെയാണ്. വേറെ എന്തോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, നോട്ട് മച്ച് അവെയർ അബൌട്ട്. ഓക്കെ, കാൾ ജങ് ഫേമസ് ആണല്ലോ. യാ, Carl Jung defines attitude as a readiness of the psyche to act or react in a certain way. വളരെ ഈസി ആയിട്ടൊരു ഡെഫിനിഷൻ. ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലായാലോ, ഒരു തിങ്കറിനെ ഉപയോഗിച്ച് നമുക്ക് എക്സാമ്പിൾ ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ അറിയാലോ. അത് അറിഞ്ഞുകൂടെങ്കിൽ നമ്മൾ ആദ്യത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആ ഡെഫിനിഷൻ എഴുതി വെക്കുക. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ആയിട്ട് അത് എഴുതാം. നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് അത് മതി. ഇനി നമ്മൾ നേരത്തെ ഐഡന്റിഫൈ ചെയ്ത തീമായ ഇമ്പോർട്ടൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ് നോക്കാം. എന്താണ് ആറ്റിറ്റ്യൂഡ് കൊണ്ടുള്ള ഗുണം? ആലോചിക്ക്, നോട്ട് ചെയ്ത് നോക്കണ്ട, ആലോചിക്കും. ആറ്റിറ്റ്യൂഡ്, ഒരു സാധനത്തിനോട് നമുക്ക് നല്ല ആറ്റിറ്റ്യൂഡാന്ന് വിചാരിച്ചോ, നമ്മൾ എന്ത് ചെയ്യും? നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യും അല്ലേ? അതായത് കാര്യങ്ങൾ ചെയ്യുന്ന പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യത്തെ പോയിന്റ് കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഹ്യൂമൻ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലേ? സോ നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റും? നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ ഇൻഫ്ലുവൻസ് ആയ നമുക്ക് നല്ല രീതി എഫിഷ്യൻസി കൂടും അല്ലേ? നല്ല എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യും. നല്ല ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ നമ്മൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ക്ലയൻസിനോടൊക്കെ നമ്മൾ നല്ല രീതിയിൽ ബഹുമാനിക്കും, മീൻസ് നല്ല രീതിയിൽ പെരുമാറും. ഓക്കെ, അതുവഴിയൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച എന്തെങ്കിലുമൊക്കെ വാല്യൂസ് ഒക്കെ ആയിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അത്രയേ ഉള്ളൂ. ആറ്റിറ്റ്യൂഡിന്റെ ഗുണങ്ങൾ എന്താണ് നോക്കാം. ആറ്റിറ്റ്യൂഡ് ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ബിഹേവിയർ. എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് എ തിങ് ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ബിഹേവിയർ ഫേവറബിളി. എക്സാമ്പിൾ നോക്കിയോ, ഇഫ് ഐ ഹാവ് എ ഹൈജീനിക് ആറ്റിറ്റ്യൂഡ് ദാറ്റ് വിൽ കോൺട്രിബ്യൂട്ട് ടു സ്വച്ഛ് ഭാരത് മിഷൻ അല്ലേ? നമുക്ക് ഒരു കാര്യത്തിലുള്ള മനോഭാവം നമ്മുടെ ബിഹേവിയറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ ഉണ്ടാവാൻ തന്നെ കാരണം നമുക്ക് ഒരു കാര്യത്തിനോടുള്ള ആറ്റിറ്റ്യൂഡാണ്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ആ സ്മോക്കിംഗ് ഇഷ്ടമല്ലാത്ത ആൾ മൂക്കും പൊത്തി ഓടിയില്ലേ, അയാളുടെ ബിഹേവിയർ അവിടെ മൂക്കും പൊത്തി ഓടുക എന്നതായിരുന്നു. അപ്പൊ അയാളുടെ ആറ്റിറ്റ്യൂഡിന് അവിടെ കാരണമായത്, അയാളുടെ ആ ബിഹേവിയറിന് അവിടെ കാരണമായത് അയാളുടെ ആറ്റിറ്റ്യൂഡാണ്. സോ ആറ്റിറ്റ്യൂഡ് ഇൻഫ്ലുവൻസ് ബിഹേവിയർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു എക്സാമ്പിൾ കൊടുക്കും. ഇവിടെ പറഞ്ഞത് ഒരു ഹൈജീനിക് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാള് അത് സ്വച്ഛ് ഭാരത് അഭിയാൻ, സ്വച്ഛ് ഭാരത് മിഷനെ കോൺട്രിബ്യൂട്ട് ചെയ്തൊരു കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, വേറെ നല്ല എക്സാമ്പിൾസ് നിങ്ങൾക്ക് കൊടുക്കാം. ആറ്റിറ്റ്യൂഡിന് ഇന്റൻസിറ്റി ഉണ്ടെന്ന് നോക്കാം. വി മേ ഡിസ്ലൈക്ക് ആൻ ഇൻഡിവിജ്വൽ ബട്ട് ദ എക്സ്റ്റെന്റ് ഓഫ് ഡിസ്ലൈക്കിംഗ് വുഡ് ഡിറ്റർമിൻ ദ ഇന്റൻസിറ്റി ഓഫ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് എ പേഴ്സൺ. അപ്പൊ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളവരും ഇഷ്ടമല്ലാത്തവരും ഒക്കെ കാണും അല്ലേ? അപ്പൊ ചിലരെ കാണുമ്പോൾ നമുക്ക് ചിലപ്പം നമുക്ക് നല്ല അർത്ഥത്തിൽ എടുക്കാം. ചിലരെ കാണുമ്പോൾ നമുക്ക് കെട്ടിപ്പിടിക്കാൻ തോന്നും, നമുക്ക് അവരുടെ നമ്മളുമായിട്ടുള്ള ബന്ധം കൊണ്ട് നമ്മൾ ഓടിപ്പോയി കെട്ടിപ്പിടിക്കായിരിക്കും. ചിലരെ കാണുമ്പോൾ ഹായ് ബൈ പറഞ്ഞു വിടുമായിരിക്കും. ഇഷ്ടക്കുറവൊന്നുമില്ല, പക്ഷെ വലിയ ഇഷ്ടം കൂടുതലും ഇല്ല. അതുകൊണ്ട് അപ്പം ആ ഇന്റൻസിറ്റി, ഒരു ആറ്റിറ്റ്യൂഡ്, ഇഷ്ടം എന്നുള്ളതിനെ തന്നെ ഇന്റൻസിറ്റി വേറെ അല്ലേ? അതായത് ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഇന്റൻസിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതിന്റെ എക്സാമ്പിൾ, വി മേ ഡിസ്ലൈക്ക് ആൻ ഇൻഡിവിജ്വൽ ബട്ട് ദ എക്സ്റ്റെന്റ് ഓഫ് ഡിസ്ലൈക്കിംഗ് വുഡ് ഡിറ്റർമിൻ ദ ഇന്റൻസിറ്റി ഓഫ് അവർ ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ദ പേഴ്സൺ. ഓക്കെ, നല്ല എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് വേറെ കൊണ്ടുവരാം. ആറ്റിറ്റ്യൂഡ് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറ്റ്സ് നോട്ട് ആൻ ഇൻബോൺ ഫിനോമിന, ഇറ്റ് ലേൺ ത്രൂ സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് എക്സ്പീരിയൻസ് അല്ലേ? നമ്മുടെ ഇപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ രീതി, ആ വ്യക്തിയോട് നമുക്ക് അതീവ ഇഷ്ടം തോന്നാൻ അയാളും നമ്മളും സ്പെൻഡ് ചെയ്ത ടൈം കാരണമായിരിക്കും, ക്വാളിറ്റി ടൈം കാരണമായിരിക്കും. അല്ലെങ്കിൽ ദേഷ്യം തോന്നാൻ അയാൾ നമുക്കിട്ട് തന്നൊരു പണിയോ അല്ലെങ്കിൽ അയാൾ വേറൊരു സിറ്റുവേഷൻ നമുക്ക് പ്രിയപ്പെട്ട ഒരാളുമായിട്ട് പെരുമാറിയ രീതിയോ ഒക്കെ ആയിരിക്കാം. ഓക്കെ, ആൻഡ് ആറ്റിറ്റ്യൂഡ് ഈസ് ഡിഫറെന്റ് ഫ്രം വാല്യൂസ്. ഓണസ്റ്റി ഈസ് എ വാല്യൂ ബട്ട് ഫോളോയിങ് ഇറ്റ് എവറി ടൈം ഈസ് ആൻ ആറ്റിറ്റ്യൂഡ്. ഓക്കെ, സോ അതൊരു എക്സ്ട്രാ വാല്യൂ അഡിഷൻ പോയിന്റായിട്ട് എഴുതി വെച്ചാൽ മതി. അതായത് എങ്ങനെയാണ് വാല്യൂസുമായിട്ട്, നമ്മൾ ഇന്നലെ പഠിച്ച വാല്യൂസുമായിട്ട് എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് ഡിഫറെന്റ് ആവുന്നത്. സോ അത് ഈ പറയുന്നത് ഓണസ്റ്റി, സത്യസന്ധത എന്നൊരു വാല്യൂ ആണ്. പക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? അതെന്നും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് അതൊരു ആറ്റിറ്റ്യൂഡാണ്. ഓക്കെ, ജസ്റ്റ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഓക്കെ ആണ്, ഇറ്റ്സ് ഓക്കെ. ഓക്കെ, സോ നമുക്ക് ഇവിടെ നോക്കിക്കൊണ്ടിരുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. അപ്പം നമുക്കിപ്പോൾ ഈ നോട്ടിലുള്ളതിനേക്കാളും നല്ല പോയിന്റ്സ് നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ കിട്ടി. എഫിഷ്യൻസി കൂട്ടും, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഹ്യൂമൻ ബിഹേവിയർ അഫക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത് വെച്ച് കുറെ പോയിന്റ് പറയാം. ഹ്യൂമൻ ബിഹേവിയർ നമുക്കൊരു ഇൻഡിവിജ്വൽ ലെവൽ, സൊസൈറ്റി ലെവൽ, ഓർഗനൈസേഷൻ ലെവലിൽ നിന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഒരുപാട് പോയിന്റ്സ് കിട്ടും അല്ലേ? അപ്പൊ അതെല്ലാം കൂടി നമുക്ക് ബിഹേവിയർ എന്ന് പറഞ്ഞ പോയിന്റിൽ തന്നെ ആയി പോകുന്നത് കൊണ്ടാണ് മറ്റ് ഒരു പെർസ്പെക്റ്റീവ്സും കൂടി ആഡ് ചെയ്തത്. ഇന്റൻസിറ്റിയും
ആൻഡ് ആറ്റിറ്റ്യൂഡ് ദ സോഴ്സ്, അതായത് അത് പഠിച്ചെടുക്കുന്നതാണ്, അല്ലാതെ ജന്മനാ കിട്ടുന്നതൊന്നുമല്ല അല്ലേ. ഇപ്പൊ വീട്ടിൽ ഇപ്പം ഒരു പർട്ടിക്കുലർ നടന്റെ വീഡിയോസ് ഇഷ്ടമല്ല, അല്ലെങ്കിൽ പോട്ട് വീട്ടിലെല്ലാരും വെജിറ്റേറിയൻ ആണ്. അപ്പൊ ആ വീട്ടിൽ വളർന്ന ഒരു കുഞ്ഞിന് ചിലപ്പോൾ ആദ്യം ഈ ഒരു നോൺ വെജ് ഫുഡിനോടൊരു മോശം ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ഉള്ളത്. ചിലപ്പോൾ കഴിച്ചു നോക്കി ഇഷ്ടപ്പെട്ട് കഴിക്കുമായിരിക്കും, പക്ഷെ അവരുടെ ആദ്യത്തെ ഒരു മനോഭാവം അതൊരു മോശം മനോഭാവം ആയിരിക്കാം. ഓക്കെ, ഇനിയാണ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഏരിയ, കമ്പോണൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ്. ദിസ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് നോക്കാം. ആക്ച്വലി ഇത് നമ്മൾ ഇത് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ആൻസേഴ്സിലൊന്നും നമ്മൾ അങ്ങനെ എഴുതില്ല, പക്ഷേ വി ഷുഡ് ബി ഏബിൾ ടു എന്താണ് നമുക്ക് പല ഡയമെൻഷൻസ് കൊണ്ടുവരാൻ പറ്റുന്ന ഈ ഒരു ഫ്രെയിം വർക്ക് നമ്മൾ ചിന്തിച്ചാൽ മാത്രം. എന്താണ് കമ്പോണൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ് നോക്കാം. CAB ഷോർട്ട് കട്ട് ആയിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ടാണ് CAB. കോഗ്നിറ്റീവ് കമ്പോണന്റ്, അഫക്റ്റീവ് കമ്പോണന്റ്, ബിഹേവിയർ കമ്പോണന്റ്. സോ കോഗ്നിറ്റീവ് കമ്പോണന്റ് എന്ന് പറയുമ്പോൾ നോളജ്, നമ്മുടെ കൊഗ്നിഷൻ അല്ലേ, നമ്മുടെ കൊഗ്നിറ്റീവ് എബിലിറ്റി ഒക്കെ ഉപയോഗിച്ച് നമ്മൾ നോളജ്. അഫക്റ്റീവ് കമ്പോണന്റ് എന്ന് പറയുമ്പോൾ ഇമോഷൻ. പിന്നെ ബിഹേവിയർ കമ്പോണന്റ് അവർ ആക്ഷൻ. അപ്പം ഇത് മൂന്നും ഒന്നിച്ച് നല്ല രീതിയിലാണ് കോറിലേറ്റഡ് ആയാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് സ്ട്രോങ് ആയിരിക്കും. അതായത് നമ്മുടെ ഇപ്പൊ പറയാം, നമുക്ക് ആദ്യം ആ CAB നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പഠിക്കാം. ഞങ്ങൾക്ക് ക്ലാസ്സിൽ പറഞ്ഞു തന്നൊരു എക്സാമ്പിൾ ആണ്. കാട്ടിൽ കൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ ഒരു കടുവയെ കാണും. അപ്പൊ കടുവയെ കാണുമ്പോൾ നമുക്കൊന്ന് പേടിക്കുമായിരിക്കും അല്ലേ. നമ്മൾ പെട്ടെന്നൊരു ഒബ്ജക്റ്റിനെ കാണുമ്പോൾ ഉള്ളൊരു പേടി, മറ്റേ ജംപ് സ്കെയർ സാധനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആകുമ്പോൾ ഒരു പേടി, അല്ലെങ്കിൽ കാട്ടിൽ പോയി ഒരു മൃഗത്തിനെ കണ്ടതിൻ്റെ ഉള്ള ഒരു പേടി നമുക്ക് വരും. അത് നമ്മുടെ അത് അഫക്റ്റീവ് കമ്പോണന്റ്, ആ പേടി, ആ ഇമോഷൻ നമുക്ക് വന്നു. ഓക്കെ, പിന്നെ നമുക്ക് ഒരു കോഗ്നിറ്റീവ് കമ്പോണന്റ് ഇതായിരുന്നു, കടുവ കടിച്ച് കയറി കൊന്നു കളയുമെന്നുള്ള നമുക്ക് നോളജ്, അത് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അത് നമ്മുടെ കോഗ്നിറ്റീവ് കമ്പോണന്റ് നോളജായി. അപ്പൊ ഇമോഷൻ അഫക്റ്റീവ് കമ്പോണന്റ് എന്തായിരുന്നു, പേടിച്ചു, പെട്ടെന്ന് കണ്ടപ്പോൾ പേടിച്ചു. കോഗ്നിറ്റീവ് കമ്പോണന്റ് എന്തായിരുന്നു, ഇത് ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി, കടുവ കടിച്ചു കയറി കൊന്നു കളയും. ബിഹേവിയർ കമ്പോണന്റ് എന്താണ്, ഓടി ഒളിച്ചു അല്ലെങ്കിൽ കല്ലെടുത്തെറിഞ്ഞ് എന്താന്ന് വെച്ചാൽ ചെയ്തു, രക്ഷപ്പെട്ടാ വെട്ട്, ഓക്കെ വാട്ടവർ. സോ ബിഹേവിയർ കമ്പോണന്റ് ഇത് മൂന്നും ഇപ്പോൾ ഒരു അലൈൻ അല്ലായിരുന്നു. നമ്മൾ പേടിക്കുന്നു, പിന്നെന്താണ് നോളജ് പറഞ്ഞു, കടുവ സീനാണ്. ബിഹേവിയറൽ കമ്പോണന്റ് പറഞ്ഞു, ഓടടാ അല്ലെങ്കിൽ കല്ലെടുത്തെറിയുക, എന്തെങ്കിലും ചെയ്യുക, വെള്ളം വെക്കുക, അങ്ങനെയുള്ളത്. ഓക്കെ, ഇത് മൂന്നും ഒന്നിച്ചുള്ളതാണെങ്കിൽ നമുക്ക് ആ സിറ്റുവേഷനിൽ നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോ കോഗ്നിറ്റീവ് കമ്പോണന്റ് ഉപയോഗിച്ച് നമ്മൾ ഡിസ്കവറിയിലൊക്കെ പഠിച്ച് കടുവ മുന്നിൽ വന്നാൽ എന്ത് ചെയ്യണമെന്നുള്ള വിവരമൊക്കെ ഉണ്ട്, അത് ചെയ്തോ. ഓക്കെ, എനിക്കറിയില്ല ആ കാര്യം, കടുവ മുമ്പേ വന്നാൽ എന്ത് ചെയ്യണം. അപ്പൊ അത് മൂന്നും ഇപ്പം ഈ പറഞ്ഞ കേസിൽ അത് മൂന്നും ഒരു അലൈൻമെന്റ് ഉണ്ടായിരുന്നു അല്ലേ. പേടിച്ചു, നോളജ് പറഞ്ഞു ഡേഞ്ചർ ആണെന്ന്, വീണ്ടും പേടിച്ചു, ബിഹേവിയർ കമ്പോണന്റ് ആ പേടി കൊണ്ട് നമ്മൾ എന്തൊക്കെയോ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇത് മൂന്നും അത്ര അലൈൻമെന്റ് അല്ലെന്ന് നോക്കാം. അതായത് ആദ്യം പേടിച്ചു, അഫക്റ്റീവ് കമ്പോണന്റ് പേടിച്ചു. കോഗ്നിറ്റീവ് കമ്പോണന്റ് പറഞ്ഞു, എടാ നമ്മളിപ്പം കടുവ ഒക്കെ ആൾക്കാരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ കാണുന്നുണ്ടല്ലോ, ഏതോ സൂയിലോ പാർക്കിലോ ഒക്കെയാണ്, അല്ലെങ്കിൽ മറ്റേ പാൽക്കുപ്പി കൊടുത്ത മനുഷ്യൻ പാൽക്കുപ്പി കൊടുക്കുമ്പോൾ അതിൽ വന്ന് പാൽ കുടിക്കുന്ന കടുവകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത്ര സീനല്ലെന്ന് ഒരു തോന്നിയെന്ന് വിചാരിച്ചോ. അവന്റെ ബിഹേവിയർ കമ്പോണന്റ് എന്തായിരിക്കും, അവൻ ചിലപ്പോൾ ഇതിന്റെ അടുത്തോട്ട് ഓടിപ്പോവായിരിക്കും അല്ലേ, അല്ലെങ്കിൽ അവൻ ഒന്നും ചെയ്യാതെ അവിടെ നിൽക്കുമായിരിക്കും. അതായത് ഇവന് ആദ്യം തോന്നിയ അഫക്റ്റീവ് കമ്പോണന്റ് ഉണ്ടായ പേടിയും കോഗ്നിറ്റീവ് കമ്പോണന്റ് തോന്നിയ പേടി കുറവും, ലൈക്ക് ആ നോളജ് കാരണം അവിടെ പേടിക്കേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ളൊരു ഇതും തമ്മിലൊരു അന്തരം ഉണ്ടായി അല്ലേ. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ ആംബി ബാലൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ബിഹേവിയർ കമ്പോണന്റ് എന്തായിരിക്കണം എന്നുള്ളതിൽ അല്ലേ ഒരു പ്രശ്നം അവിടെ തോന്നിയില്ലേ. ഇതാണ് ആംബി ബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് വേറെ നല്ല എക്സാമ്പിൾസ് ഉപയോഗിച്ച് പറയാം. ആ സിറ്റുവേഷൻ അങ്ങനെയൊക്കെ ചിന്തിക്കരുത്. ഓക്കെ, ജസ്റ്റ് ആ സാധനം അറിയാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞ, നമ്മളെ എഴുതൂല ഈ എക്സാമ്പിൾ എഴുതാനൊന്നുമല്ല, ജസ്റ്റ് ആ സിറ്റുവേഷൻ എന്താണ്, ആ കോഗ്നിറ്റീവ് കമ്പോണന്റ്, അഫക്റ്റീവ് കമ്പോണന്റ്, CAB കോഗ്നിറ്റീവ് അഫക്റ്റീവ് ആൻഡ് ബിഹേവിയറൽ കമ്പോണന്റ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് ആണ് പറഞ്ഞത്. ആദ്യം നമുക്ക് ഇമോഷൻ ആയിരിക്കും തോന്നുന്നത്, പിന്നെ നമ്മുടെ നോളജ് കിക്കിനാവും, നമ്മൾ ആ രീതിയിൽ അതിനെ അളക്കും, പിന്നെ നമ്മൾ എന്താന്ന് വെച്ചാൽ ബിഹേവ് ചെയ്യും. അപ്പൊ ഇത് മൂന്നും അലൈൻമെന്റ് ആണെങ്കിൽ ആറ്റിറ്റ്യൂഡ് സ്ട്രോങ് ആണ്. ഇത് മൂന്നും അത്ര അലൈൻഡ് അല്ലെങ്കിൽ ആംബി ബാലൻസ് എന്ന് പറയാം, അതായത് ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും, അത്ര സ്ട്രോങ് ആറ്റിറ്റ്യൂഡ് അല്ലായിരിക്കും. ഇതെന്തിനാ പഠിച്ചതെന്ന് നോക്കാം. ഓക്കെ, നോക്കാം. സോ
ഫോർമേഷൻ ഓഫ് ആറ്റിറ്റ്യൂഡ്. ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ. അപ്പോൾ നമുക്ക് ചോദിച്ചിട്ടുണ്ട്, പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ PYK അനലൈസ് ചെയ്തപ്പോൾ കണ്ടാണ് ഇമ്പോർട്ടൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ്, ഹൗ ടു കൾട്ടിവേറ്റ് ഇറ്റ് ഇൻ എ സിവിൽ സർവൻറ്റ്, അല്ലെങ്കിൽ സ്കൂളിൽ എങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യുക, ആ രീതിയിലൊക്കെ നമ്മൾ ചോദ്യങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ ഫോർമേഷൻ ഓഫ് ആറ്റിറ്റ്യൂഡ്, ഇപ്പോൾ അവിടെ ബ്രാക്കറ്റ് എഴുതിയേക്കുന്നതാണ് എങ്ങനെ ചെയ്യാം, യൂസ് ഇറ്റ് ഫോർ തിങ്കിങ് പ്രോസസ്സ്. ഓക്കെ, നോക്കാം. സോ നമുക്കിത് 3 രീതിയിൽ ചെയ്യാം. ആദ്യത്തേത് ക്ലാസിക്കൽ കണ്ടീഷനിങ്, രണ്ടാമത്തത് ഒപ്പറന്റ് കണ്ടീഷനിങ്, മൂന്നാമത്തെ ഒബ്സർവേഷണൽ ലേണിംഗ്. അപ്പൊ നമ്മൾ ഈ ടേംസ് ആയ ക്ലാസിക്കൽ കണ്ടീഷൻ, ഒപ്പറന്റ് കണ്ടീഷനിങ്, ഒബ്സർവേഷണൽ ലേണിംഗ് നമുക്ക് എല്ലാ ചോദ്യങ്ങളിലും അത്ര എഴുതാനുള്ളൊരു ലാവിഷ്നസ് നമുക്ക് കിട്ടില്ല. പക്ഷെ ഇനി പറയാൻ പോകുന്നത്, ഇത് ഉപയോഗിച്ച് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, സോ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ഫോം ചെയ്യാന്നുള്ളതാണ് പോകുന്നത്. ഇപ്പൊ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വിട്ടോ, ആദ്യം മുതൽ എക്സ്പ്ലെയിൻ ചെയ്യണം. ആറ്റിറ്റ്യൂഡ് എങ്ങനെ ഫോം ചെയ്യാം, ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരിൽ നമുക്ക് എങ്ങനെ ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യാൻ നോക്കാം. ഒരു മെത്തേഡ് ക്ലാസിക്കൽ കണ്ടീഷൻ, അതായത് പീപ്പിൾ ഫോം ആറ്റിറ്റ്യൂഡ് ബൈ അസോസിയേറ്റിംഗ് എ ന്യൂട്രൽ ഒബ്ജക്ട് വിത്ത് സംതിങ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇപ്പൊ ഞാൻ വീട്ടിൽ വരുന്നു, അപ്പോൾ വീട്ടിൽ വരാൻ നേരത്തെ ഒരു ടേബിൾ ലാമ്പ് അവിടെ ഇരിക്കുന്നു. പുതിയൊരു ടേബിൾ ലാമ്പാണ്, പഠിക്കാൻ വേണ്ടി ഞാൻ കുറെ നാളായിട്ട് പറയുന്നു, ആരോ വാങ്ങിച്ചു വെച്ചേക്കുവാണ്, ടേബിൾ ലാമ്പ് ഇരിക്കുന്നു. അങ്ങനെ ഞാൻ പോയി ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്, എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് അയക്കാൻ പറ്റാഞ്ഞ് മാമൻ ഇപ്പം കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് കൊടുത്തു വിട്ടയാണ്. അപ്പൊ എനിക്ക് ഈ ടേബിൾ ലാമ്പുമായിട്ടൊരു ഇമോഷൻ വരും, അല്ലേ? ഇത് സത്യത്തിൽ ഒരു ന്യൂട്രൽ ഐറ്റം ആയിരുന്നു, എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എനിക്കിത് ഗിഫ്റ്റ് കിട്ടിയതാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇതിന് മേലിലൊരു ഒരു ഫീലിങ്സ് വന്നു, അല്ലേ? ഒരു ആറ്റിറ്റ്യൂഡ് വന്നു, അല്ലേ? സോ ഇങ്ങനെ നമുക്ക് ഒരു സാധനത്തിനുള്ള മനോഭാവം മാറ്റിക്കൂടെ? ഞാൻ കെയർ ചെയ്യാതെ പോയാണ് ചിലപ്പോൾ. ഇത് ഗിഫ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് പൊന്നുപോലെ നോക്കി ഉപയോഗിച്ചു തുടങ്ങി. ഓക്കെ, സോ അതിന് വേറൊരു എക്സാമ്പിൾ കൂടെ ഉണ്ട്. ഒരു കൊച്ചുകുട്ടി കാണുവാണ്, ലൈക്ക് ചായ കുടിക്കുന്ന സമയത്ത് പേരൻസ് ഭയങ്കര ചിരിയും കളിയും ഒക്കെ ആയിട്ട് കൊച്ചിനെ വാരിക്കോരി എടുത്ത് നടക്കുവാണ്. അപ്പൊ ഈ കൊച്ചിന്റെ മനസ്സിൽ എന്താവും, ഓ ഈ ചായ കാണുമ്പോൾ ഇപ്പൊ എന്തോ നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നുള്ള ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ ഉണ്ടാവും, അല്ലേ? ഇപ്പം എനിക്കൊക്കെ പണ്ട് അമ്മ വീട്ടിൽ നിന്ന് പോയിട്ട് വരുമ്പോഴത്തേക്ക് പപ്സ് വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നു. അന്ന് പപ്സൊക്കെ അത്ര ഞങ്ങളുടെ അവിടെ ജംഗ്ഷനിലൊന്നും കടകളില്ല, കുറച്ച് പോയാലേ കിട്ടും. അപ്പം അമ്മ പുറത്തുനിന്ന് വരുമ്പോൾ കവർ കണ്ടാൽ ഞങ്ങൾക്കൊരു സന്തോഷമായിരിക്കും ചേട്ടനൊക്കെ. ഓക്കെ, അത് ക്ലാസിക്കൽ കണ്ടീഷന്റെ ഭാഗമായിട്ട് വന്നതാണ്. കവർ ഈസ് എ ഗുഡ്, ഞങ്ങളുടെ ഗ്രാറ്റിഫിക്കേഷൻ ഉള്ള സാധനമായിരുന്നു. ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോമഡി എക്സാമ്പിൾ, ഇത് ഈ സാധനം മനസ്സിലാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഒരു ന്യൂട്രൽ ഒബ്ജക്ട്, ഒരു ന്യൂട്രൽ ഒബ്ജക്ട്, ഇപ്പൊ പപ്സ് കവർ എന്ന് പറയുന്നത്, എന്റെ എക്സാമ്പിൾ ആ കവർ എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ ഒബ്ജക്റ്റ് ആണ്. പക്ഷേ ആ സിറ്റുവേഷനിൽ ആ കവറിനോട് എനിക്ക് വലിയൊരു ആറ്റിറ്റ്യൂഡ് ബിഹേവ് ചെയ്തു. എങ്ങനെ? ക്ലാസിക്കൽ കണ്ടീഷൻ വഴി, അല്ലേ? ഇപ്പം മൃഗങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നതൊക്കെ അങ്ങനെയാണ്. ഇപ്പം ട്രീറ്റ്സ് കൊടുത്ത് നമ്മൾ പഠിപ്പിക്കുമല്ലോ, അതൊക്കെ ഒരു തരം ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. ഇപ്പൊ സിറ്റ് ചെയ്താൽ നമ്മൾ ഡോഗിന് ട്രീറ്റ് കൊടുക്കും, അല്ലേ? അതൊക്കെ ക്ലാസിക്കൽ കണ്ടീഷന്റെ ഭാഗമാണ്. ഇനി രണ്ടാമത്താണ് ഒപ്പറന്റ് കണ്ടീഷനിങ്. നമ്മൾ അടിച്ചു പഠിപ്പിക്കൂലേ, പെറ്റി കൊടുത്ത് പഠിപ്പിക്കൂലേ? അതായത് വണ്ടി മര്യാദയ്ക്ക് ഓട്ടിക്കാത്തവനൊക്കെ പെറ്റി പിടിച്ചു കൊടുക്കൂലേ? മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർക്ക് പെറ്റി അടിച്ചു കൊടുക്കൂലേ? അങ്ങനെ പെനാൽറ്റി കിട്ടി അവര് ചിലപ്പോൾ നന്നായിക്കൂടെ? ആ രീതിയിൽ അവർക്ക് മനോഭാവം മാറ്റിക്കൂടെ? വെള്ളം അടിച്ച് ഓട്ടിക്കുന്നതൊക്കെ തെറ്റാണെന്നുള്ളൊരു മനോഭാവം അവർക്ക് വന്നുകൂടെ? അതൊരു കുരുത്തക്കേട് കാണിക്കുമ്പം അടി കിട്ടി ചിലപ്പോൾ ചില പിള്ളേരൊക്കെ, നമ്മളൊക്കെ നന്നായിട്ടില്ലേ? ഓക്കെ, അടി മേടിച്ചെങ്കിലും നന്നായിട്ടില്ലേ ആൾക്കാർ? ശരിയോ തെറ്റോ? അങ്ങനെ നന്നാക്കാം. ഓക്കെ, മനുഷ്യാവകാശമൊക്കെ ചോദ്യം ചോദിക്കാം. ഓക്കെ, അതിൻ്റെ ഒരു നല്ല എക്സാമ്പിൾ എഴുതാം. ഇഫ് എ സ്റ്റുഡന്റ് ഈസ് പ്രൈസ്ഡ് ഫോർ ബീങ് ഡിസിപ്ലിൻ, ദേ മേ ഡെവലപ്പ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ഡിസിപ്ലിൻ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പട്ടിയുടെ റിവാർഡിങ് അത് ഇവിടെ വരും കേട്ടോ, കുറച്ചും കൂടി ആ പോയിന്റ് ഇവിടെ വരും. സോറി, മൈ ബാഡ്. ഓക്കെ, അപ്പൊ ഒരു നമ്മളൊരു സ്റ്റുഡന്റ് നല്ല രീതിയിൽ ഒരു ഡിസിപ്ലിൻ ആയ, ഞങ്ങൾക്ക് പണ്ടൊരു ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡ് ഉണ്ടായിരുന്നു. അത് ഏറ്റവും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആയിരുന്നു ക്ലാസ്സിൽ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു അവാർഡ് കൊടുത്ത ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ ഇനിയുള്ള കാലങ്ങളും ആ ഡിസിപ്ലിനൊക്കെ അവന്റെ ജീവിതത്തിൽ വലിയ മൂല്യങ്ങളായിട്ട് തുടർന്നു കൊണ്ടുപോകും, അല്ലേ? ക്ലാസിക്കൽ കണ്ടീഷൻ എങ്ങനെയാണ്? ഒരു ന്യൂട്രൽ ഒബ്ജക്റ്റിന്റെ കൂടെ, ഓക്കെ, ഒരു ന്യൂട്രൽ ഒബ്ജക്റ്റ്, അത് വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഒബ്ജക്റ്റ്, ഒരു പേന അല്ലെങ്കിൽ ഒരു പെൻസിൽ, ഇതിനോട് നമ്മൾ ഇമോഷൻസ് അറ്റാച്ച് ചെയ്യുവാണ്, അല്ലേ? നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. ഓക്കെ, ഇപ്പൊ പല ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് വരുമ്പോൾ ചില ഒബ്ജക്ട്സും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് ആയിരിക്കാം, ചില വ്യക്തികളായിരിക്കാം, അല്ലെ ചില കളറുകളായിരിക്കാം.
അതിനോടെല്ലാം ഒരു നെഗറ്റീവ് രീതി നമ്മൾ അസോസിയേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ നല്ല കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, നേരത്തെ പറഞ്ഞ ഗിഫ്റ്റിന്റെ സംഭവം പറയാം, അത് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഒപ്പറന്റ് കണ്ടീഷനിങ് ആകുമ്പോൾ എന്ത് പറ്റും, റിവാർഡിങ് പണിഷ്മെന്റ് വഴിയാണ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവുന്നത്. ഇനി അടുത്തതുണ്ട് ഒബ്സർവേഷണൽ ലേണിംഗ്. പീപ്പിൾ ലേൺ ആറ്റിറ്റ്യൂഡ് ബൈ ഒബ്സർവിങ് അതേഴ്സ്, എസ്പെഷ്യലി റോൾ മോഡൽസ് ലൈക്ക് പേരൻസ്, പിയേഴ്സ് ഓർ സെലിബ്രിറ്റീസ്. അല്ലേ, നമ്മളിപ്പം റൊണാൾഡോ കൊക്കക്കോള എടുത്ത് മാറ്റി വെച്ചുകൊണ്ട് കുറെ പേര് അത് അനുകരിക്കുന്നത് നമ്മൾ കണ്ടില്ലേ. ഓക്കെ, സോ കൊക്കക്കോള അങ്ങനെ ഫാൻസ്, ചില ഫാൻസ് ഉണ്ട്, അത് അവര് ഇഷ്ടമല്ല, അവര് ഉപയോഗിക്കില്ല. ഓക്കെ, അതുപോലെ പേരൻസിന്റെ കണ്ട് പഠിക്കും, അല്ലാതെ മറ്റ് റോൾ മോഡൽസ് ഉണ്ട്, അങ്ങനെ ചെയ്യാം. എക്സാമ്പിൾ നോക്കിയോ, എ ടീനേജർ മേ അഡോപ്റ്റ് ആൻ ആറ്റിറ്റ്യൂഡ് ടുവാർഡ് ഫാഷൻ ബൈ ഇമിറ്റേറ്റിംഗ് എ ഫേവറേറ്റ് ആക്ടർ. അല്ലേ, ഇപ്പൊ ഫാഷൻ അല്ലെ, പുതിയ സ്റ്റൈലുകളൊക്കെ. ഇപ്പം ടൊവിനോ ദുൽഖർ, മമ്മൂട്ടി പറയാലോ, മമ്മൂട്ടിയുടെ പുതിയ ഡ്രസ്സസ് ഒക്കെ എപ്പോഴും ട്രെൻഡ് ആവാറുണ്ടല്ലോ. അപ്പൊ അതുപോലെ ഒബ്സർവേഷൻ ലേണിംഗ് ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ ആറ്റിറ്റ്യൂഡ് ഒരാളെ വളർത്താമെന്ന് ചോദിച്ചാൽ 3 രീതി വളർത്താം: ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറന്റ് കണ്ടീഷനിങ്, ഒബ്സർവേഷൻ ലേണിംഗ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് വളർത്താവുന്നത്. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാ, സിവിൽ സർവന്റ് എങ്ങനെ വളർത്താവുന്ന? അപ്പൊ നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറന്റ് കണ്ടീഷനിങ്, ഒബ്സർവേഷൻ ലേണിംഗ് എന്നാണോ എഴുതാൻ പോകുന്നത്? അല്ല. ഓക്കെ, അവിടെ നമ്മൾ എഴുതാൻ പോകുന്ന രീതി നമ്മൾ ഇനി പഠിക്കും. എന്നാലും അതിന് ഉദാഹരണം പറയാം. നമ്മൾ പറയും, ചുമ്മാ ഒന്ന് ചിന്തിക്കുക, ഒരു സിവിൽ സർവന്റ് ഈ ഒരു പാറ്റേൺ, ഈ ക്ലാസിക്കൽ കണ്ടീഷൻ, ഓപ്പറന്റ് കണ്ടീഷനിങ്, ഒബ്സർവേഷൻ ലേണിംഗ് ഒക്കെ മനസ്സിലിരിക്കട്ടെ. ഒരു സിവിൽ സർവന്റിന് ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യാൻ നമുക്ക് എന്ത് ആദ്യം പറയുമ്പോൾ തന്നെ നമ്മൾ പറയാം, ലേണിംഗ് ലൈക്ക് സ്കില്ലിംഗ് ചെയ്യാം. അല്ലേ, സ്കില്ലിംഗ് ഈ പറഞ്ഞത് ഏതി വരുമെന്ന് നോക്കിയേ. റിവാർഡ് കൊടുക്കുകയാണോ? അല്ല. ഓക്കെ, അവിടെ നമ്മളൊരു ക്ലാസിക്കൽ കണ്ടീഷന്റെ ഭാഗമായിട്ട് വരും. ഒരു ന്യൂട്രൽ ഒബ്ജക്റ്റിനുമായിട്ട് ലൈക്ക് ആ ട്രെയിനിങ് എങ്ങനെ കൊടുക്കുമെന്ന് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഒരു ന്യൂട്രൽ ഒബ്ജക്റ്റിനെ നല്ലൊരു പോസിറ്റീവ് വാല്യൂ ആയിട്ടോ നെഗറ്റീവ് വാല്യൂ ആയിട്ടോ അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ രീതി നമുക്ക് പറയാം. സോ അത് വിട്. നമുക്കിപ്പോൾ ഒപ്പറന്റ് കണ്ടീഷൻ ഉണ്ടല്ലേ, റിവാർഡ് ഓർ പണിഷ്മെന്റ്. ഓക്കെ, ആ ഒരു എക്സാമ്പിളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു കണക്ഷൻ ഉണ്ട്. റിവാർഡ് ഓർ കണ്ടീഷൻ, ഒപ്പറന്റ് കണ്ടീഷൻ വരെ ഒരു പബ്ലിക് സർവന്റിൽ നമുക്ക് എങ്ങനെ ആറ്റിറ്റ്യൂഡ് ചെയ്യാം, എങ്ങനെ നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാം. ഒപ്പറന്റ് കണ്ടീഷൻ നമ്മൾ ചിന്തിക്കുമ്പോൾ കിട്ടി, അവര് ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് റിവാർഡ് കൊടുത്തൂടെ, അവർ ചെയ്ത മോശം കാര്യങ്ങൾക്ക് റിവാർഡ് കൊടുത്തൂടെ. അപ്പൊ നമ്മൾ ഉത്തരം എഴുതുമ്പം ഓപ്പറന്റ് കണ്ടീഷനിങ് വഴി നല്ല എഴുതുന്നത്, നമ്മൾ എഴുതാൻ പോകുന്ന പോയിന്റ് ഇതായിരിക്കും: വി ക്യാൻ റിവാർഡ് ദം, അല്ലെങ്കിൽ റിവാർഡിങ് മെക്കാനിസം കൊണ്ടുവരാന്ന് പറയാം, അല്ലെങ്കിൽ പണിഷിങ് മെക്കാനിസം, ചെക്ക് ആൻഡ് ബാലൻസ്. ഓക്കെ, ചെക്സ് ആൻഡ് ബാലൻസ് കൊണ്ടുവരാം. ഓക്കെ, ചെക്സ് ആൻഡ് ബാലൻസ് കൊണ്ടുവരാം. അപ്പൊ അത് പറയാം. ഇനി നമുക്ക് ഒബ്സർവേഷൻ ലേണിംഗ് ആണെങ്കിൽ പറയാം, ഹയർ ഒഫീഷ്യൽസ്, അവരുടെ നല്ല പ്രവർത്തനങ്ങൾ, റോൾ മോഡൽസ്, ആ പരിപാടി പറയാം. നേരത്തെ പറഞ്ഞ ട്രെയിനിങ് വഴി ഇങ്ങനെയുള്ളവരെ നമുക്ക് കൊണ്ടുവന്ന് ട്രെയിനിങ് കൊടുക്കാം, അതായിരുന്നു തപ്പിയ പോയിന്റ്. ട്രെയിനിങ് വഴി ഇങ്ങനെ കൊണ്ടുവരാം. നല്ല ക്വാളിറ്റി എക്സാമ്പിൾസ് ഉള്ള ആൾക്കാരെ, റോൾ മോഡൽസിനെയൊക്കെ നമുക്ക് ട്രെയിനിങ്ങിൽ ഡയറക്റ്റ് ആയിട്ട് അവരോട്ട് ഇന്ററാക്ട് ചെയ്ത് ട്രെയിൻ ചെയ്യിപ്പിക്കാം. ഓക്കെ, ഇനി ക്ലാസിക്കൽ കണ്ടീഷൻ യൂഷ്വലി പേഴ്സണൽ ലെവൽ എക്സാമ്പിൾസ് വരും. ഓക്കെ, അതങ്ങനെ പോട്ടെ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ചുമ്മാ ആലോചിച്ചാൽ കിട്ടും. കൾച്ചർ വരും, അല്ലേ, റിലീജിയൻ വരും. ഒരു വ്യക്തിയോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാൻ കാരണം എൻ്റെ റിയൽ ലൈഫ് സിറ്റുവേഷൻ ആയിരുന്നു, അതായത് റിയൽ എക്സ്പീരിയൻസസ് വരും. ഓക്കെ, പിന്നെ ചുമ്മാ ആലോചിക്കും, നമുക്ക് കുറെ കാര്യങ്ങൾ കിട്ടും. ഒരു ആറ്റിറ്റ്യൂഡ്, ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിനോടുള്ള ആറ്റിറ്റ്യൂഡ്, അത് നമുക്ക് ആദ്യം ഐസ്ക്രീം ആദ്യമായിട്ട് നക്കി നോക്കിയ കുട്ടിക്ക് അത് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും, ആറ്റിറ്റ്യൂഡ്. അതുപോലെ എണ്ണ പലഹാരമൊക്കെ കഴിച്ച് ഫാറ്റി ലിവറും ഒരു അറ്റാക്കും കഴിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് എണ്ണ പലഹാരം കാണുമ്പോൾ ചിലപ്പോൾ വെറുപ്പ് തോന്നുമായിരിക്കും. അത് അവന്റെ അനുഭവവും അവന് കിട്ടിയ നോളജും കൊണ്ടുള്ള ഇത്. പിന്നെന്ത് പറയാം, ഇപ്പൊ നോളജായി, എക്സ്പീരിയൻസ് ആയി. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ എഴുതി വെച്ചേക്കുന്ന എക്സാമ്പിൾസിലോട്ട് നോക്കാം. ആദ്യത്തത് സോഷ്യലൈസേഷൻ. ആറ്റിറ്റ്യൂഡ്സ് ആർ ഷേപ്ഡ് ബൈ ഫാമിലി, സ്കൂൾ, റിലീജിയൻ, കമ്മ്യൂണിറ്റി, കൾച്ചർ. എക്സാമ്പിൾ, റെസ്പെക്ട് ഫോർ എൽഡേഴ്സ് ഈസ് ലേൺ ത്രൂ കൾച്ചർ ആൻഡ് ഫാമിലി നോസ്. ഓക്കെ, സോഷ്യലൈസേഷൻ വഴി നമ്മളൊരു ആളെ കാണുമ്പം പ്രായമായ ഒരാളെ കാണുമ്പോൾ മുണ്ടൊക്കെ അഴിച്ചു മാറ്റി ബഹുമാനിക്കുവാണ്.
അത് നമ്മൾ ചിലപ്പോൾ ഫാമിലിയിൽ നിന്നോ സ്കൂളിൽ നിന്നോ ഒക്കെ ആയിരിക്കും പഠിച്ചത്. ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ പിയർ പ്രഷർ. ബീങ് പാർട്ട് ഓഫ് എ ഗ്രൂപ്പ് ക്യാൻ ഇൻഫ്ലുവൻസ് ആറ്റിറ്റ്യൂഡ് ടു കൺഫേം വിത്ത് ദ ഗ്രൂപ്പ് നോംസ്. അല്ലേ, നമ്മളൊരു ഗ്രൂപ്പിന്റെ ഭാഗമാകുമ്പം നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും. ആ ഗ്രൂപ്പിനോടൊത്ത് നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് എടുത്ത് പുറത്ത് കളയാതിരിക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ പല പരിപാടിയും ചെയ്യുമായിരിക്കും. ചിലപ്പോൾ ഗ്രൂപ്പ് അതുവഴി നല്ല ആറ്റിറ്റ്യൂഡും മോശം ആറ്റിറ്റ്യൂഡും കിട്ടുമായിരിക്കും. ഇപ്പൊ കഞ്ചാവും പുകവലിയൊക്കെ ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് ആണെങ്കിൽ ചിലപ്പോൾ ആ ഗ്രൂപ്പിൽ നിൽക്കാൻ വേണ്ടി അതൊന്നും ഇല്ലാത്ത ആൾ ചിലപ്പോൾ തുടങ്ങിക്കളയും. പക്ഷേ ഇതെല്ലാ പരിപാടി ഉള്ളവനൊരു നല്ല ഗ്രൂപ്പിൽ വരുമ്പം മേ ബി ഹി മൈറ്റ് ക്വിറ്റ്. അല്ലേ? യാ. A person may develop a positive attitude toward environmental protection if their peer group actively participate in climate activities. അല്ലേ, വളരെ നല്ലൊരു എക്സാമ്പിൾ ആണ്. അത്ര കോൺട്രവേഴ്സിയൽ ഒന്നുമല്ല, അടിപൊളി എക്സാമ്പിൾ. ഇനി ഒരു ഡയറക്റ്റ് എക്സ്പീരിയൻസ്. അല്ലേ, ഡയറക്റ്റ് എക്സ്പീരിയൻസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വ്യക്തിയോടുള്ള ഇത്. അതിന്റെ എക്സാമ്പിൾ നോക്കാം. പേഴ്സണൽ എൻകൗണ്ടേഴ്സ് വിത്ത് ആൻ ഒബ്ജക്റ്റ് ഓഫ് സിറ്റുവേഷൻ സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ് അവർ ആറ്റിറ്റ്യൂഡ്. എക്സാമ്പിൾ നോക്കിയോ. someone who has faced corruption directly may develop a strong negative attitude towards it. അല്ലേ, അവന്റെ ഒരു ആവശ്യത്തിന് അപ്പം വളരെയധികം കറപ്ഷൻ നേരിട്ടൊരു വ്യക്തി, അല്ലേ, അവൻ ഒരിക്കലും ഒരു ഓഫീസർ ആകുമ്പോൾ ചെയ്യില്ലെന്നല്ല, ലൈക്ക് ഹി വിൽ ബി ഹാവിങ് എ സ്ട്രോങ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് കറപ്ഷൻ. അല്ലേ? മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. മാസ് മീഡിയ, അഡ്വർടൈസ്മെന്റ്, സോഷ്യൽ മീഡിയ പ്ലേ എ പവർഫുൾ റോൾ ഇൻ ഷേപ്പിംഗ് പബ്ലിക് ആറ്റിറ്റ്യൂഡ്സ്. ഓക്കെ, നമുക്കറിയാം മീഡിയ ഒക്കെ കണ്ട് വളരെയധികം ഇൻഫ്ലുവൻസ് ആവാറുണ്ട്. ഇപ്പം സിനിമ കണ്ട് സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ലൈക്ക് ഒരു സ്റ്റൈലാണെന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരാൾക്കാരുണ്ട്. അല്ലേ? ഇപ്പൊ അർജുൻ റെഡ്ഡി കോൺട്രവേഴ്സി ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കോവിഡ് ടൈമിലൊക്കെ. അല്ലെ, പാർവതി തിരുവത്തൊക്കെ റേസ് ചെയ്തിട്ടുണ്ട്. ഹൗ മീഡിയ ഇൻഫ്ലുവൻസസ് സിറ്റിസൺസ്, അതിനെപ്പറ്റി. അല്ലേ? യാ. ഇപ്പം അതിനൊരു എക്സാമ്പിൾ ഇപ്പൊ പറയാം. ഈ പ്രൊഡക്റ്റ് അഡ്വർടൈസ് ചെയ്യുന്നതൊക്കെ സെലിബ്രിറ്റീസ് ആണല്ലോ. എന്തിനാ അവരെ കൊണ്ടുവരുന്നത്? അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയാണ് ആഡ്സിൽ അവര് വരുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ മീഡിയാസ് ആൻഡ് സെലിബ്രിറ്റീസ് ഇൻഫ്ലുവൻസ് അവർ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ഇഷ്ടം നടന്നത് ചെയ്യുമ്പോൾ നമുക്കും അത് ചെയ്യാൻ നോക്കുന്നു, അത്രേ ഉള്ളൂ. എക്സാമ്പിൾ, ആന്റി സ്മോക്കിംഗ് ക്യാമ്പയിൻസ് ഓഫൻ ചേഞ്ച് പീപ്പിൾസ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് സ്മോക്കിംഗ്. ഓക്കെ, നല്ല നമുക്കത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എടുക്കാം. മീഡിയ വഴി നമ്മൾ അങ്ങനെയുള്ള ക്യാമ്പയിൻസ് കൊണ്ടുവരുന്നു. ഇപ്പം നമുക്ക് സിനിമയൊക്കെ എഴുതി തുടങ്ങുമ്പോൾ കാണാലോ, പുകവലിയുടെ ദോഷവശത്തെ പറ്റി പറയുന്ന ഇതൊക്കെ. സോ അങ്ങനെയുള്ള ആന്റി സ്മോക്കിംഗ് ക്യാമ്പയിൻസ് ഒക്കെ പീപ്പിളിന്റെ ആറ്റിറ്റ്യൂഡ് മാറ്റും. ഓക്കെ, സോ അങ്ങനെയാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ആറ്റിറ്റ്യൂഡ്. നമ്മൾ സോഷ്യലൈസേഷൻ, ഗ്രൂപ്പ് പ്രഷർ, ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ചിന്തിക്കുമ്പോൾ കിട്ടും. നമുക്കൊരു എക്സാമ്പിൾ കൊടുക്കാൻ പറ്റിയാൽ മതി. ഇവിടെയൊക്കെ നമുക്ക് അധികം ഇതിനെപ്പറ്റി ചോദിച്ചതും പേഴ്സണൽ ലെവലിൽ നിന്നായിരുന്നു. അതുകൊണ്ട് നമ്മളിവിടെ പേഴ്സണൽ ലെവലിൽ നിന്നാണ് എക്സാമ്പിൾ ഇട്ടേക്കുന്നത്. ഇതിലൊന്നും അധികം അത്ര ഭയങ്കരമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എക്സാമ്പിൾ ഇവിടെ നമുക്ക് അധികം കൊടുക്കാൻ പറ്റില്ല. പക്ഷെ താഴോട്ട് ഇനി വരുന്നിടത്ത് നമുക്ക് കൊടുക്കാം. ഡയറക്റ്റ് ആയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നിന്ന് ചോദിക്കുമ്പോൾ നമുക്കത് കൊടുക്കാൻ പറ്റും. യാ, വന്നു കഴിഞ്ഞു. ആപ്ലിക്കേഷൻ ഓഫ് ആറ്റിറ്റ്യൂഡ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഗവേണൻസ് നോക്കാം. സോ ഇമ്പോർട്ടൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഇൻ പബ്ലിക് സർവീസ്. എന്താണ് പബ്ലിക് സർവീസിൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടായതിന്റെ ഗുണങ്ങൾ? നമ്മൾ അല്ലാതെ നേരത്തെ നോക്കിയപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു. എന്താണ് ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ബിഹേവിയർ? അത് നമുക്ക് അവിടെയും പറഞ്ഞൂടെ. പബ്ലിക് സർവീസിൽ ബിഹേവിയറിനെ ആറ്റിറ്റ്യൂഡ് ഇൻഫ്ലുവൻസ് ചെയ്യും. അതുവഴി ഒരുപാട് നല്ല കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ എഫിഷ്യൻസി, അല്ലെ, എഫിഷ്യൻസി വരും, ആൾക്കാരോട് നല്ല രീതിയിൽ പെരുമാറും, നല്ല രീതിയിൽ സർവീസ് ഡെലിവറി നടക്കും. ആ രീതിയിലൊക്കെ നമുക്ക് പറയാം. ആറ്റിറ്റ്യൂഡ് ഇന്റൻസിറ്റി ഉണ്ടല്ലേ, അതുകൊണ്ട് എന്താ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അങ്ങ് നടക്കും. അല്ലെങ്കിൽ അത്ര മോശമെങ്കിൽ അത്ര മോശമായിട്ട് നടക്കും എന്ന് പറയാം. ആറ്റിറ്റ്യൂഡ് ഈസ് ലേൺഡ്, അല്ലേ? അപ്പൊ നമുക്ക് എന്താ പറയാം, ട്രെയിനിങ് വഴിയൊക്കെ ഇത് കൊടുക്കാമെന്നും പറയാം. ഏത് അവിടെ എഴുതിയേക്കുന്ന പോയിന്റ് നോക്കാം. ആദ്യത്തെ പോയിന്റ് പറഞ്ഞതുപോലെ ഗൈഡ്സ് ബിഹേവിയർ. ആറ്റിറ്റ്യൂഡ് ഇൻഫ്ലുവൻസസ് ഹൗ പീപ്പിൾ തിങ്ക്, ഫീൽ ആൻഡ് ആക്ട് ഇൻ ഡിഫറെന്റ് സിറ്റുവേഷൻസ്. അല്ലേ? ഹൗ പീപ്പിൾ തിങ്ക്, ആൾക്കാർ എങ്ങനെ ചിന്തിക്കുന്നു, അവരെന്ത് ഉള്ളിലോട്ട് എടുക്കുന്നു, അത് വെച്ച് അവരെങ്ങനെ ആക്ട് ചെയ്യുന്നു, ഇതെല്ലാം തീരുമാനിക്കുന്നത് ആറ്റിറ്റ്യൂഡാണ്. എക്സാമ്പിൾ, എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് വർക്ക് ലീഡ്സ് ടു ഡിസിപ്ലിൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഓക്കെ, ഷോസ് പേഴ്സണാലിറ്റി ആൻഡ് ക്യാരക്ടർ. അല്ലെ, ഒരാളുടെ ആറ്റിറ്റ്യൂഡ് കാരണമാണ് അയാളുടെ ക്യാരക്ടറും പേഴ്സണാലിറ്റിയൊക്കെ നിർമ്മിച്ചെടുക്കുന്നത്. ആറ്റിറ്റ്യൂഡ് റിഫ്ലക്ട്സ് ഇന്നർ വാല്യൂസ് ആൻഡ് ഔട്ട്ലുക്ക്. ആൻഡ് എംപതറ്റിക് ആറ്റിറ്റ്യൂഡ് ഷേപ്സ് എ കമ്പാഷനേറ്റ് സിവിൽ സർവന്റ്. അല്ലേ, ഒരാൾക്ക് ഭയങ്കര എമ്പതിയാണ്, അയാളുടെ വാല്യൂ എമ്പതി എന്നുള്ള വാല്യൂ ആണ്. അല്ലെങ്കിൽ എമ്പതറ്റി ഒരാളെ കാണുമ്പോൾ ലൈക്ക് എമ്പതറ്റിക്ക് അയാളുടെ ഷൂവിൽ നിന്ന് ചിന്തിക്കുന്നതാണ് അയാളുടെ ആറ്റിറ്റ്യൂഡ് എങ്കിൽ
അയാൾ ഒരു വളരെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സിവിൽ സർവന്റ് ആവാൻ സാധ്യതയുണ്ട്. ഡിറ്റർമൈൻസ് ഇന്റർപേഴ്സണൽ റിലേഷൻസ് അല്ലേ. ഇപ്പൊ ഒരാൾക്ക് നല്ല കാണുന്നവരോടെല്ലാം അല്ലെങ്കിൽ കീഴുദ്യോഗസ്ഥരോടെല്ലാം ഭയങ്കര ദേഷ്യപ്പെട്ട് പെരുമാറുന്ന ആളാണെങ്കിൽ അവരുടെ ആ വ്യക്തിപരമായ റിലേഷൻസ് ലൈക്ക് ആ വ്യക്തികളുമായിട്ടുള്ള റിലേഷൻസ് വളരെ മോശമായിരിക്കും അല്ലേ. കാര്യങ്ങൾ ചിലപ്പോൾ നടക്കുമായിരിക്കും, ബട്ട് ബന്ധം വഷളാവാം, അതുപോലെ നല്ല രീതിയിലും ആവാം അല്ലേ. സോ അഫക്ട്സ് ഹൗ വി ഇന്ററാക്ട് വിത്ത് അതേഴ്സ്. നമുക്ക് കിട്ടുന്ന റെസ്പെക്ട്, അതാണ്. അങ്ങനെ ഒരുപാട് കിടന്ന് ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന ഒരാള് അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറുന്ന ആള് ആരെങ്കിലും റെസ്പെക്ട് ചെയ്യോ? ഇല്ല. കോപ്പറേഷൻ ഉണ്ടാവും? ഇല്ല. ഇൻഫ്ലുവൻസസ് ഡിസിഷൻ മേക്കിംഗ്. എ pro-environment attitude pushes a policy maker to choose sustainable development path. വലിയ മിസ്റ്റേക്സ് ഒരുപാടുണ്ട്. എ പ്രോ എൻവയോൺമെന്റ് ആറ്റിറ്റ്യൂഡ്, അതൊക്കെ ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണെങ്കിൽ അയാൾ എടുക്കുന്ന പോളിസീസ് എപ്പോഴും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസും കാര്യങ്ങളും ഒക്കെ കാണും. അഫക്ട്സ് മോട്ടിവേഷൻ ആൻഡ് പെർഫോമൻസ് അല്ലേ. നമ്മുടെ ആറ്റിറ്റ്യൂഡ് കാരണം എഫിഷ്യൻസി പറഞ്ഞല്ലോ, ആ പോയിന്റ് ഇവിടെ കിടക്കുന്നു. അതായത് എഫിഷ്യൻസി ബ്രാക്കറ്റ് എഴുതിക്കോ. എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എൻഹാൻസ് റെസിലിയൻസ്, ഇന്നോവേഷൻ ആൻഡ് എഫിഷ്യൻസി. അവിടെ ഉണ്ടായിരുന്നു. എ സിവിൽ സർവന്റ് വിത്ത് എ ക്യാൻ ഡു ആറ്റിറ്റ്യൂഡ് ക്യാൻ ഓവർകം ബ്യൂറോക്രാറ്റിക് ഹഡിൽസ്. ഓക്കെ, നമുക്കിവിടെ ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് മതി, ധാരാളമാണ്. ഓക്കെ, സോഷ്യൽ ആൻഡ് ഓർഗനൈസേഷണൽ ഇമ്പാക്ട്. കളക്റ്റീവ് ആറ്റിറ്റ്യൂഡ് ഷേപ്പ് ഓർഗനൈസേഷണൽ കൾച്ചർ ആൻഡ് സോഷ്യൽ കോഹഷൻ. അപ്പൊ എങ്ങനെയാണ് സോഷ്യൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ലെവലിൽ ഇത് ഇമ്പാക്ട് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ ഒരു കൾച്ചർ ഉണ്ടാവും, ഒരു ഒത്തൊരുമയൊക്കെ കൊണ്ടുവരാൻ സാധിക്കും ആറ്റിറ്റ്യൂഡിന്. ആറ്റിറ്റ്യൂഡ് ഓഫ് ഇന്റഗ്രിറ്റി ഇൻ ഗവർണൻസ് റെഡ്യൂസസ് കറപ്ഷൻ ഒരു എക്സാമ്പിൾ ആണ്. ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന വാല്യൂ, അതാണ് എല്ലാവരുടെ ആറ്റിറ്റ്യൂഡ് എങ്കിൽ അവിടെ കറപ്ഷൻ ഇല്ലായിരിക്കും അല്ലേ. ഇന്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ സത്യസന്ധതയാണ്. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ സത്യസന്ധത തന്നെയാണ്. ലൈക്ക് വി ആർ പ്രാക്ടീസിങ് ഇറ്റ് ത്രൂ ഔട്ട് കൺസിസ്റ്റന്റ്ലി. സത്യസന്ധത പ്രാക്ടീസ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇന്റഗ്രിറ്റി, അതിനെപ്പറ്റിയുള്ള എക്സാമ്പിൾസ് ഒക്കെ ഈ പറഞ്ഞ സാധനമാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന, അന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിലല്ലോ അനൗൺസ് ചെയ്ത ആ പ്രോഗ്രാമിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ അങ്ങനെയുള്ള വാക്കുകൾ കാണുമ്പോൾ പതറരുത്. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെയൊക്കെ ലൈക്ക് എൻ്റെയൊക്കെ ജീവിതത്തിൽ നിന്നുള്ള എക്സാമ്പിൾസ് തന്നെ ഇട്ടായിരിക്കും നമ്മളത് പറയാൻ പോകുന്നത്. സോ ദാറ്റ് വുഡ് ബി എ ഫൺ സെഷൻ. ഞങ്ങളും അത് എൻ്റെ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ പുള്ളിയുടെ അവൈലബിലിറ്റി ഒക്ടോബർ 20 ഉള്ളൂ, അതുകൊണ്ടാണ് ഒരു ഡിലേ. പുള്ളി വന്നു കഴിഞ്ഞാൽ അത് സെറ്റ് ആയിരിക്കും. ലൈക്ക് അറൗണ്ട് ഒരു 50 to 60 സെഷൻസ് നമ്മളത് വെക്കും. ലൈക്ക് 3 minutes ഒക്കെ ഡെയിലി കാണും. നമുക്ക് ജസ്റ്റ് ചായ കുടിക്കുമ്പോഴൊക്കെ ഇരുന്ന് കേട്ട് പോകാവുന്നതേ ഉള്ളൂ. ബട്ട് അത് അങ്ങനെ ഇരുന്ന് കേൾക്കുമ്പോഴും നോട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ നോട്ട് ഇട്ടേക്കാം ഓരോ ക്ലാസ് കഴിയുമ്പോൾ. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഓൾ ഹാഡ് ജോയിൻഡ് ഇൻ ദ ടെലഗ്രാം ഗ്രൂപ്പ്. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. സോ ഇന്നത്തെ ക്ലാസ്സിന്റെ നോട്ട് ഒക്കെ നമ്മൾ അതിലായിരിക്കും ഇടുന്നത്. ഓക്കെ, ലെറ്റ്സ് കം ബാക്ക് ടു അവർ ടോപ്പിക്സ്. ഓക്കെ, സോഷ്യൽ ആൻഡ് ഓർഗനൈസേഷണൽ ഇമ്പാക്ട് അത് പറഞ്ഞു. മോറൽ ആൻഡ് എത്തിക്കൽ ഫൗണ്ടേഷൻ. എത്തിക്കൽ ആറ്റിറ്റ്യൂഡ്സ് ലൈക്ക് ഓണസ്റ്റി, കമ്പാഷൻ, ഫെയർനെസ്. Gandhi's attitude on non-violence shaped India's freedom struggle. ഓക്കെ, ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിൾ അത്ര വയലന്റ് ആയി പോവാതിരിക്കാൻ കാരണം ഗാന്ധിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് നോൺ വയലൻസ് ആയിരുന്നു. ഓക്കെ, വെയിറ്റ് എ സെക്കൻഡ്. ലെറ്റ്സ് കണ്ടിന്യൂ. ഓക്കെ, നമ്മളത് കംപ്ലീറ്റ് ആയല്ലോ. ഇനി എങ്ങനെ, ഓക്കെ, ഇനി എങ്ങനെയാണ് സിവിൽ സർവൻസ് അല്ലെങ്കിൽ പബ്ലിക് സർവൻസിൽ നമുക്ക് ആറ്റിറ്റ്യൂഡ്, അതായത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യാൻ നോക്കാം. ആലോചിക്കാം, ചുമ്മാ ഇരുന്ന് ആലോചിക്കാം. ജസ്റ്റ് ആൻസേഴ്സ് നോക്കണ്ട, നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞു, ട്രെയിനിങ് അല്ലേ. അത് ഏതി വരും? നേരത്തെ പറഞ്ഞ അതായത് ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഒപ്പറൻ കണ്ടീഷനിങ്, പിന്നെന്ത് കണ്ടീഷനിങ് ആയിരുന്നു? ക്ലാസിക്കൽ, ഒപ്പറൻ. ഓക്കെ, കൊള്ളാം. ഒബ്സർവേഷൻ ലേണിംഗ്, സോറി, മോഡലിംഗ്. സോ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഒപ്പറൻ കണ്ടീഷനിങ്, മോഡലിംഗ്. സോ അതുവഴിയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ആ രീതിയിലാണ്. അതുവഴി എങ്ങനെ നമുക്ക് ഇവരാ, അതായത് സിവിൽ സർവൻസിന് എങ്ങനെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വളർത്താനാണ്. ഓക്കെ, സോ ഓക്കെ, ക്ലാസിക്കൽ കണ്ടീഷൻ അവിടെ നിൽക്കട്ടെ.
ഓപ്പറന്റ് കണ്ടീഷനിങ്, അതായത് റിവാർഡ് ഓർ പണിഷ്മെന്റ് ആണെന്ന് നമുക്കറിയാം. റിവാർഡ് ഓർ പണിഷ്മെന്റ് വെച്ച് എങ്ങനെ നമുക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വളർത്താം? നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓൾറെഡി. അതായത് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ റിവാർഡ് ചെയ്യാം. നമുക്ക് അങ്ങനെ ഒരു മെക്കാനിസം ഇല്ലല്ലേ. നമുക്ക് അവരെ അനുമോദിക്കാം, അവർക്ക് അവാർഡുകൾ നൽകാം, പാരിതോഷികം നൽകാം, വേണമെങ്കിൽ എക്കണോമിക്കൽ ബെനിഫിറ്റ്സ് തന്നെ നടക്കാം, അതുവഴി കറപ്ഷൻ കുറവാക്കാം അല്ലേ. എക്കണോമിക് ബെനിഫിറ്റ്സ് കിട്ടുമെന്ന് പറയുമ്പോൾ നല്ല ചെയ്താൽ എക്കണോമിക് ബെനിഫിറ്റ്സ് ഇല്ല എങ്കിൽ പിന്നെ കുറച്ച് അഴിമതി ചെയ്തുകൂടെ എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കും പലർക്ക്. അപ്പൊ അഴിമതി നല്ല കാര്യങ്ങൾ ചെയ്താൽ അത് എക്കണോമിക് ബെനിഫിറ്റ്സ് കൊടുത്ത് സർക്കാർ അത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്, അതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് പലർക്കും ക്രിയേറ്റ് ആവും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റി അല്ലേ. അപ്പൊ റിവാർഡിങ്, ഒപ്പറൻ കണ്ടീഷന്റെ ഭാഗമായിട്ടുള്ള റിവാർഡിങ്, നമ്മൾ ആൻസർ എഴുതുമ്പോൾ ഈ റിവാർഡിങ് മാത്രമേ എഴുതൂ. പക്ഷെ നമ്മൾ ചിന്ത പോകേണ്ടത് ഓക്കെ ഒപ്പറന്റ് വഴി നമുക്ക് ആറ്റിറ്റ്യൂഡ് കണ്ടീഷൻ ചെയ്യാം, റിവാർഡിങ് ഓർ പണിഷ്മെന്റ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പണിഷ്മെന്റ് കാര്യങ്ങളും പറയാം, നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പണിഷ്മെന്റ് നമുക്ക് പറയാം. പിന്നെ നമുക്ക് എന്ത് പറ്റും? പ്രൊമോഷൻ കൊടുക്കാന്ന് പറയാം. ഈ റിവാർഡിങ്ങിന്റെ കൂടെ തന്നെ പ്രൊമോഷന്റെ പരിപാടി പറയാം. പിന്നെ മോഡലിംഗ് അല്ലേ, റോൾ മോഡൽസും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം അത് പറയുമ്പോൾ നമുക്ക് റോൾ മോഡൽസ് ആയിട്ടുള്ള സീനിയർ, അതായത് മേലുദ്യോഗസ്ഥൻ നല്ലൊരു റോൾ മോഡൽ ആവുക കീഴുദ്യോഗസ്ഥന്, ആ കാര്യം പറയാം. പിന്നെ പറയുമ്പോൾ കണ്ടു, ഇതൊക്കെ ആ ഒരു സ്ട്രക്ചർ പഠിച്ചതിന് മാത്രം ഞാൻ ആലോചിച്ച് എഴുതുവാണ്. ഓക്കെ, നമുക്ക് കുറെ കാണാതെ പഠിച്ചു പോയി അവിടെ ലൈക്ക് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നല്ല. നമ്മൾ ഒരു ഫ്രെയിം വർക്ക് പഠിക്കുക. ഓക്കെ, നമ്മളൊരു ഫ്രെയിം വർക്ക് പഠിക്കുക, അതിൽ നിന്ന് പരമാവധി ജനറേറ്റ് ചെയ്യാൻ പഠിക്കുക. ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ എഴുതുന്ന ഈ പോയിന്റ്സ് എല്ലാം ആരുടെയാണ്? നമ്മുടെ തന്നെ പോയിന്റ്സ് ആണ് നമ്മൾ ഈ നോട്ടിലോട്ട് എഴുതാൻ പോകുന്നത്. ഇത് തന്നെയാണ് ഈ എഴുതുന്നതിനാണ് അവിടെയും പോകുന്നത്. അപ്പൊ ഒന്ന് നിങ്ങൾക്ക് തോന്നാം ഇവിടെ അവിടെ പോയിരുന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ, ഉത്തരങ്ങളൊക്കെ പറ്റുമോ, കുറെയൊക്കെ കാണാതെ പഠിക്കണ്ടേ? കാണാതെ പഠിക്കുമല്ല, പ്രാക്ടീസ് വഴി ഇത് നമ്മുടെ മസിൽ മെമ്മറി മൂലം നമുക്ക് ഇങ്ങനെ കൈ വരും. ഇപ്പം നമുക്ക് ഈ ട്രെയിനിങ്, സിവിൽ സർവന്റ് ട്രെയിനിങ് എന്നുള്ളത് ഓക്കെ, നമ്മൾ ഈ ഒപ്പറൻ കണ്ടീഷനും കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ തന്നെ വന്നു. പക്ഷെ റിവാർഡും ഇതുമൊക്കെ നമുക്ക് ഇപ്പം തൽക്കാലത്തേക്ക് നമുക്കൊന്ന് ചിന്തിക്കേണ്ടി വന്നു. പക്ഷെ നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ഇതിലോട്ടൊന്ന് കരകയറി വരുമ്പോൾ, ആൻസർ റൈറ്റിംഗ് പരിപാടിയൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോൾ ഇത് ഈസി കാര്യമാണ്. ഈ റിവാർഡിങ് പരിപാടിയൊക്കെ നമ്മുടെ മനസ്സിൽ വന്നോളും. ഓക്കെ ഓക്കെ, നമുക്കിനി ഇപ്പൊ ഡയറക്റ്റ് ഇതിൽ എന്തൊക്കെ എഴുതി വെച്ചേക്കുന്നത് നോക്കാം. ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്. നമുക്കിപ്പോൾ ട്രെയിനിങ് നടക്കും, ലബാസ്മയിൽ ട്രെയിനിങ് നടത്തുന്ന കാര്യമൊക്കെ നമുക്ക് പറയാം. അതുവഴിയൊക്കെ ഇമോഷണൽ ഇന്റലിജൻസും ലീഡർഷിപ്പ് ക്വാളിറ്റീസും ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറയാം. വാല്യൂ ഓറിയന്റഡ് സോഷ്യലൈസേഷൻ, എക്സ്പോഷർ ടു കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്, ഡിഫറെന്റ് ഫിലോസഫീസ്, എത്തിക്കൽ അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെ നമുക്ക് എക്സ്പോഷർ കൊടുക്കുക എന്നുള്ളതാണ് ബേസിക്കലി. ഓക്കെ, അത് നല്ലൊരു പോയിന്റ്, എക്സ്പോഷർ. ഇപ്പം ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടൊക്കെ ഇപ്പൊ ട്രൈബ്സ് ഒക്കെ ആയിട്ട് നമ്മൾ എക്സ്പോഷർ കൊടുത്ത് പഠിക്കുന്ന ഒരാൾക്ക് ട്രൈബ്സിന്റെ ഇഷ്യൂസ് മനസ്സിലാക്കിയ ട്രൈബൽ മേഖലയിൽ പോസ്റ്റിംഗ് കിട്ടുമ്പോൾ അയാൾക്ക് നല്ല രീതിയിൽ അവിടെ പ്രവർത്തിക്കാനും പറ്റും. മെന്റർഷിപ്പ് ആൻഡ് റോൾ മോഡൽസ്, സീനിയർ ഓഫീസേഴ്സ് ആസ് മെന്റേഴ്സ് ക്യാൻ ഇൻസ്പയർ ജൂനിയേഴ്സ്. എക്സാമ്പിൾ ഇ ശ്രീധരൻ, എട്രോമാൻ ക്യാൻ സെർവ് ആസ് റോൾ മോഡൽ. ഇവിടെ നമുക്ക് ഡിപ്പാർട്ട്മെന്റൽ ലെവൽ, അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എക്സാമ്പിൾസ് കൊണ്ടുവരാം. പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ്, റെഡ്യൂസിംഗ് റെഡ് ടേപ്പ്, എൻഷുറിംഗ് ഫെയർ അപ്രൈസൽ, പ്രൊവൈഡിംഗ് റെക്കഗ്നീഷൻ, പോസ്റ്റേഴ്സ് പോസിറ്റിവിറ്റി. കിരൺ ബേട്ടി തിഹാർ ജയിലിൽ ചെയ്തത് വേണേ നമുക്കിവിടെ പറയാം. ജസ്റ്റ് അത് ഇച്ചിരി മാറി നിൽക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്, എന്നാലും പറയാം. അവിടെ എങ്ങനെയാണ് സമാധാനമൊക്കെ കൊണ്ടുവന്നത്, പുള്ളി മെഡിറ്റേഷൻ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. സ്ട്രെസ് മാനേജ്മെന്റ് ആൻഡ് ഇമോഷണൽ ഇന്റലിജൻസ് അല്ലേ, നല്ല എക്സാമ്പിൾ ആണ്. വർക്ക്സ് ഓൺ മൈൻഡ്ഫുൾനെസ്, യോഗ, റെസിലിയൻസ്, ഹെൽപ്പ് ഓഫീസേഴ്സ് ഹാൻഡിൽ പ്രഷർ വിത്ത് കമ്പോഷൻ. അവിടെ ആ കിരൺ ബേട്ടിയുടെ കാര്യങ്ങൾ പറയാം. അല്ലെങ്കിൽ നമുക്ക് യോഗയും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്യുന്നതിനെ പറ്റി പറയാം. എന്തെങ്കിലും സ്കീംസോ കാര്യങ്ങളോ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ എക്സാമ്പിൾസ് ഇട്ടാം കേട്ടാ. ഇവിടെ എല്ലാം നമുക്ക് എക്സാമ്പിൾസ് കൊണ്ടുവരാം, നല്ല എക്സാമ്പിൾസ്. എവിടെയെങ്കിലും ഒക്കെ ഏതെങ്കിലും കളക്ടേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പ് ഗൂഗിളോ അങ്ങനെ പരിപാടികളൊക്കെ പറയാലോ. ഇപ്പൊ ചിലയിടത്തൊക്കെ സ്ലീപ്പിംഗ് ക്യാബ്സ് ഉണ്ടല്ലോ, അതുപോലെ ക്രഷേ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. എനിക്കൊന്ന് ഗൂഗിൾ ആണെന്ന് തോന്നുന്നത് പ്രൊവൈഡ് ചെയ്തത് ആദ്യമായിട്ട്. ആ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് ഇരുന്നാം. കോർപ്പറേറ്റ് ലെവൽ എക്സാമ്പിൾസ് നമുക്ക് കൊണ്ടുവരാം, വളരെ ഫേമസ് എക്സാമ്പിൾസ് ആയിരുന്നു. അതൊക്കെ ഇവിടെ കോട്ട് ചെയ്യാം. ഇവിടെ ഞാൻ അത് ആഡ് ചെയ്യാൻ വിട്ടുപോയി, സോ ആഡ് ദാസ് എക്സാമ്പിൾസ്. പബ്ലിക് ഇന്ററാക്ഷൻ ആൻഡ് ഗ്രൗണ്ട് എക്സ്പീരിയൻസ്, നേരത്തെ പറഞ്ഞ എക്സ്പോഷർ കൊടുക്കുക. എക്സ്പോഷർ വില്ലേജസ് ഓർ ഡിസാസ്റ്റേഴ്സ്. ഓക്കെ, നമ്മൾ നേരത്തെ ട്രൈബൽ ഇഷ്യൂസ് പറഞ്ഞു, അതേപോലെ ഡിസാസ്റ്റർ പ്രോൺ ഏരിയാസുമായിട്ട് അല്ലെങ്കിൽ വാർ അഫക്റ്റഡ് ഏരിയാസ് ആയിട്ടൊക്കെ കൊടുത്ത് ഇപ്പം ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മളിപ്പോ ഒരു ഫ്ലഡഡ് ഏരിയയിൽ പോയി അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. സോ അവർക്ക് ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ അവർക്ക് നേരിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടി വരുമ്പോൾ അവരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യും. എൻകറേജ് ഇന്നോവേഷൻ ആൻഡ് ആക്ടോണമി, റിവാർഡിംഗ് പരിപാടി. സിസ്റ്റം ഓഫ് ചെക്ക് ആൻഡ് ബാലൻസ്, ഇതുവഴി നമുക്ക് റെസ്പോൺസിബിലിറ്റി ഇൻസ്റ്റിൽ ചെയ്യാൻ പറ്റൂലേ.
സോ ഇതൊക്കെ നമുക്ക് മറ്റേ ഫ്രെയിം വർക്ക് വഴി ചിന്തിച്ചെഴുതാം. ഇപ്പോൾ പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ്, ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ പറഞ്ഞ മോഡലിംഗിന്റെ ഭാഗമായിട്ട് വരും അല്ലേ? അവിടെ നമ്മൾ റോൾ മോഡൽ മാത്രമല്ലോ പറഞ്ഞത്, പല കാര്യങ്ങൾ വരും. സ്ട്രെസ് മാനേജ്മെന്റ് ആൻഡ് ഇമോഷണൽ ഇന്റലിജൻസ്, ഓക്കെ, ഇതൊക്കെ നമുക്ക് അല്ലാതെ ഉള്ള കോമൺ സെൻസ് വഴി നമ്മൾ എഴുതിയ കുറച്ച് പോയിന്റ്സ് ആണ്. പബ്ലിക് ഇന്ററാക്ഷൻ ആൻഡ് ഗ്രൗണ്ട് എക്സ്പീരിയൻസ്, ഇത് നമുക്ക് നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതിൽ തന്നെ നമ്മൾ ആദ്യം പഠിച്ചല്ലോ CAB എന്തൊക്കെയായിരുന്നു? കോഗ്നിറ്റീവ്, അഫക്റ്റീവ് ആൻഡ് ബിഹേവിയർ. ആ രീതിയിൽ നമുക്ക് ചിന്തിക്കാം. കോഗ്നിറ്റീവ് കമ്പോണന്റ്, അവിടെ നോളജ് കൊടുക്കുക. നോളജ് എങ്ങനെ കൊടുക്കാം? ട്രെയിനിങ് വഴി കൊടുക്കുക. ഓക്കെ, ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാൻ കാരണമാണല്ലോ CAB. ഓക്കെ, കോഗ്നിറ്റീവില് നമ്മൾ ട്രെയിനിങ് കൊടുത്തു. അഫക്റ്റീവ് എന്ന് പറയുമ്പം ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാനാണ്. അവിടെ നമുക്ക് പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ് പറയാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രൈപ്സുമായിട്ടൊക്കെ ഗ്രൗണ്ട് ലെവൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എക്സ്പോഷർ കൊടുക്കുക. അതുവഴി നമുക്ക് ഇമോഷൻസ് ഉണ്ട്. ബിഹേവിയറിലാവുമ്പോൾ നമുക്ക് റിവാർഡ് കൊടുക്കാം, പണിഷ്മെന്റ് കൊടുക്കാം, സിസ്റ്റം ഓഫ് ചെക്ക് ആൻഡ് ബാലൻസ് കൊണ്ടുവരാം. ആ രീതിയിലൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഇൻ കേസ് നമ്മൾ ഏതെങ്കിലും പോയിന്റ് മറന്നു പോയാൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഒഴുക്ക്, പോയിന്റിന്റെ ഒരു ഒഴുക്ക് നമുക്ക് കിട്ടില്ലേ, നമുക്ക് പെട്ടെന്ന് ചിന്തിച്ച് എഴുതാൻ പറ്റും. ഓക്കെ, അധികം ടൈം ഒന്നും പോകില്ല. പിന്നെ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് കൈ വരും. നമ്മൾ കുറെ എക്സാമ്പിൾസ് പഠിച്ചു കഴിയുമ്പോൾ നേരത്തെ കിരൺ ബേട്ടിയൊക്കെ ചുമ്മാ കൊണ്ടുവന്നിട്ടില്ല, അതേപോലെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, കുറച്ചും കൂടി എക്സാമ്പിൾസ് നമുക്ക് പഠിക്കണം, അത് നോക്കാം. സോ അത്രയേ ഉള്ളൂ നമുക്ക് ആറ്റിറ്റ്യൂഡിനെ പറ്റി. നമുക്ക് ഇനി കൺക്ലൂഷൻ നോക്കാം. കൺക്ലൂഷനിൽ അടിപൊളിയായിട്ട് ഇനിയിപ്പോ കഴിഞ്ഞ കൊല്ലം ചോദിച്ച ആ കോട്ട് എന്തായിരുന്നു? ആ കോട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, അതായത് ദ ഗ്രേറ്റസ്റ്റ് ഡിസ്കവറി ഓഫ് അവർ ടൈം ഈസ് വി ക്യാൻ ചേഞ്ച് അവർ ലൈഫ് ബൈ മിയർലി ചേഞ്ചിങ് അവർ ആറ്റിറ്റ്യൂഡ്. വില്യം ജെയിംസോ അങ്ങനെ ആരോ ആയിരുന്നു. അപ്പൊ അത് അല്ലാതെ കുറച്ച് കോട്ട്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലാതെ കുറച്ച് കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റ്സും ഉണ്ട്. ദസ് ആറ്റിറ്റ്യൂഡ് ഷേപ്സ് നോട്ട് ഓൺലി ഇൻഡിവിജ്വൽ ബിഹേവിയർ ബട്ട് ആൾസോ എത്തിക്കൽ ഫാബ്രിക് ഓഫ് സൊസൈറ്റി. അല്ലേ? ഇപ്പൊ നമ്മള് ആറ്റിറ്റ്യൂഡിനെ പറ്റി പറയുന്നത് ആ ക്വസ്റ്റ്യനിൽ ഇപ്പൊ ഇൻഡിവിജ്വൽ ബിഹേവിയർ മാത്രമല്ല, സൊസൈറ്റിയുടെ ഒരു എത്തിക്കൽ ഫാബ്രിക് തന്നെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യന്റെ സ്ട്രക്ചർ അനുസരിച്ച് ഇടാൻ പറ്റിയ ഒരു കൺക്ലൂഷൻ ആണ്. എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് സിവിൽ സർവൻസ് എൻഷോർസ് എഫിഷ്യൻസി, എംപതി, ഇന്റഗ്രിറ്റി, ഗവർണൻസ്. അതില് അതായത് നമുക്ക് അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാന്ന് ഉള്ളൊരു ഉദാഹരണമാണ്. അൾട്ടിമേറ്റ്ലി ആറ്റിറ്റ്യൂഡ് ഡിറ്റർമൈൻസ് ആൾട്ടിറ്റ്യൂഡ് ആണല്ലേ? ഓക്കെ, ആറ്റിറ്റ്യൂഡ് ഡിറ്റർമൈൻസ് ആൾട്ടിറ്റ്യൂഡ്, ഒരാൾ എത്ര ഉയർത്തി പോകുന്നു, ഇൻ പേഴ്സണൽ ഗ്രോത്ത് ആസ് വെൽ ആസ് പബ്ലിക് സർവീസ്. ഇഫ് യു ഡോണ്ട് ലൈക്ക് സംതിങ്, ചേഞ്ച് ഇറ്റ്. ഇഫ് യു കാൺ ചേഞ്ച് ഇറ്റ്, ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. മായ ആംഗ്ലോയുടെ ഒരു കോട്ടാണ്. നമ്മൾ ജസ്റ്റ് ലാസ്റ്റ് ഒക്കെ എഴുതുമ്പോൾ ഈ ഒരു സെന്റൻസ് എഴുതി, ഈ കോട്ട് എഴുതി, കോട്ട് പറഞ്ഞ ആളുടെ പേര് എഴുതി അവസാനിച്ചാൽ മതി. വേറെ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, അടിപൊളിയാണ്. ഓക്കെ, ഓൺലി ഡിസബിലിറ്റി ഇൻ ലൈഫ് ഈസ് ബാഡ് ആറ്റിറ്റ്യൂഡ്. ഇപ്പൊ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ള ചോദ്യമാണെങ്കിൽ നമുക്കിത് ഇൻട്രോയിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇൻട്രോ കഴിഞ്ഞ ഒരു കണക്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ കൊണ്ടുവരാം. ബേസ്ഡ് ഓൺ യുവർ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് കൊണ്ടുവരാം. അപ്പൊ ഇച്ചിരി ഈസി ആയിട്ടുള്ള, പഠിക്കാൻ ഇച്ചിരി എളുപ്പമായിട്ടുള്ള കുറച്ച് കോഡ്സ് ആണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തത്. എല്ലാ കോട്ടും നമുക്ക് എഴുതിയ ആൾ അറിയണമെന്നൊന്നുമില്ല. അറിയില്ലെങ്കിൽ ഗസ് അടിക്കാനും നിൽക്കണ്ട, ജസ്റ്റ് കോട്ട് എഴുതി വെച്ചാൽ. ഓക്കെ, സ്വന്തം കോട്ടൊന്നും വേണ്ട, ഇങ്ങനെയുള്ള അടിപൊളി കോട്ട്സ് ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആ കോട്ട് മതി. ഓൺലി ടൈം യു ഫെയിൽ ഈസ് വെൻ യു ഫാൾ ഡൗൺ ആൻഡ് സ്റ്റേ ഡൗൺ. അടിപൊളി അല്ലേ? ഇതൊക്കെ നമുക്ക് ജീവിതത്തിലും വേണേ നമ്മുടെ റൂമിലൊക്കെ എഴുതി വെക്കാം അല്ലേ? The only time you fail is when you fall down and you stay down. Okay. ചിലപ്പോൾ ഈ ചോദ്യം, ഈ കോഡ്സ് ഒക്കെ ചോദ്യമായിട്ട് തരാം. ഓക്കെ, എന്താണ് ആറ്റിറ്റ്യൂഡിനെ പറ്റിയാണ് ഇവിടെ ചോദ്യം. അവർ ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ലൈഫ് ഡിറ്റർമൈൻസ് ലൈഫ്സ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് അസ്. കണ്ടിട്ട് ഒരു അടുത്ത കൊല്ലം എല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു കോട്ടായിട്ടാണ് തോന്നുന്നത്. ഇതൊക്കെ നമുക്ക് കൺക്ലൂഷൻ ആയിട്ട് ഇപ്പൊ എഴുതാം. We all are in the gutter, but some of us are looking at the stars. അടിപൊളി, ഓസ്കാർ വൈൽഡ്. ഒരുപാട് കോഴ്സ് ഒക്കെ പഠിക്കുന്ന അത്ര ഇമ്പോസിബിൾ മീൻസ് അത്ര നല്ലതല്ല, മീൻസ് എല്ലാവർക്കും കൊണ്ടും പറ്റുന്ന കാര്യങ്ങളല്ല. ബട്ട് PYQ എന്നുള്ള കോഴ്സ് ഒന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഓൺലി ഡിസബിലിറ്റി ഇൻ ലൈഫ് ഈസ് ബാഡ് ആറ്റിറ്റ്യൂഡ്. അതൊക്കെ നമുക്ക് അതൊക്കെ ഓർത്ത് വെക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട് തോന്നേണ്ട ആവശ്യമില്ല. ഓൺലി ഡിസബിലിറ്റി ഇൻ ലൈഫ് ഈസ് ബാഡ് ആറ്റിറ്റ്യൂഡ്. ഓക്കെ, സച്ച് തിങ്സ് ആർ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതുപോലെ എല്ലാ കോട്ടും പഠിക്കണമെന്നല്ല ഈ തന്നേക്കുന്ന, പറ്റുന്നതൊക്കെ പഠിക്കുക. അപ്പൊ ചിലതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് എന്താണ് വാൾപേപ്പർ ആയിട്ട് ഇടാനൊക്കെ തോന്നുന്ന നല്ല അടിപൊളി കോഴ്സ് ഒക്കെ കാണും. അങ്ങനെ ഇഷ്ടപ്പെടുന്ന കോഴ്സ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ബട്ട് ഇറ്റ്സ് എ ഗ്രേറ്റ് വാല്യൂ അഡിഷൻ. സോ അങ്ങനെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കുറെ കോഴ്സ് ഒന്നും പഠിക്കണ്ട. ഇതേപോലെ ഇതൊക്കെ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞേക്ക് നമ്മളെല്ലാം കുഴിയിലാണ്. പക്ഷെ ചിലര്
നക്ഷത്രങ്ങളിലാണ് അവരുടെ കണ്ണിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇച്ചിരി രസിച്ചൊക്കെ പറ, കുറച്ച് പിക്കപ്പ് ലൈനായിട്ട് കൂട്ടുകാരോടൊക്കെ പറഞ്ഞു നടാ. അത്രേ ഉള്ളൂ. എത്തിക്സ് ഈസ് ഈസി. ഓക്കെ, സോ ഇത് ഇന്നത്തെ കുറച്ച് ഇന്ററാക്റ്റീവ് ആൻഡ് നല്ല സെഷൻ ആയിരുന്നു. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് വൺ. നമ്മുടെ ഈ CAB നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് പല കേസ് സ്റ്റഡീസിൽ വരും. കേസ് സ്റ്റഡീസിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ വരും കേട്ടോ. ഈ പാഠം ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. കേസ് സ്റ്റഡീസിലും ആപ്ലിക്കേഷൻ വരും. അവിടെ നമ്മുടെ കീഴുദ്യോഗസ്ഥരെയൊക്കെ എങ്ങനെ നമുക്ക് ഇവിടെ കൊണ്ടുവരാം, അല്ലെങ്കിൽ അവരെ എങ്ങനെ നന്നാക്കാം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നിട്ട് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോഴല്ല, കുറച്ചാൾ മുമ്പ് വരെ അത് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ അത് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ആറ്റിറ്റ്യൂഡ് എങ്ങനെ മാറ്റാന്നുള്ളതേ. പിന്നെ നേരത്തെ നമ്മൾ ക്ലാസ്സിൽ തുടക്കത്തിൽ പറഞ്ഞ സ്വച്ഛ് ഭാരത് അഭിയാൻ അല്ലേ, അത് ആക്ച്വലി ബിഹേവിയറൽ കമ്പോണന്റിനെ മാറ്റിയതാണ്. അതായത് മറ്റേ ദിവ്യ ബാലൻ അല്ലേ, അവരെ കൊണ്ടുള്ള പരസ്യം വെച്ച് അവര് നമ്മുടെ അഫക്റ്റീവ് കമ്പോണന്റിനെ മാറ്റി. ഇപ്പൊ നമുക്ക് കേരളത്തിൽ ചിന്തിക്കുമ്പോൾ അത് ഇല്ല. മറ്റു സ്ഥലങ്ങളിൽ പൊതു വിസർജനം, പൊതു സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കാട്ടിൽ പോയിരുന്ന അല്ലെങ്കിൽ ഓക്കെ ലൈക്ക് വിസർജനം, മനുഷ്യൻ ഒന്ന് രണ്ട് സാധിക്കുന്നതൊക്കെ പബ്ലിക് പ്ലേസസിലൊക്കെ ആയിരുന്നു. അവർക്കതൊരു മോശക്കാരണമായിട്ട് തോന്നിയില്ല. ലൈക്ക് അവര് ശീലിച്ചതാണ്. അപ്പൊ അവിടെ അവർക്ക് ചിന്തിക്കുമ്പം അവരുടെ അഫക്റ്റീവ് കമ്പോണന്റ് നമ്മൾ മാറ്റണമായിരുന്നു. അപ്പൊ അത് മോശക്കാര്യമാണെന്നുള്ള രീതി അഡ്വർടൈസ് ചെയ്തു. നിന്റെ ബുദ്ധി റോക്കറ്റ് ആണല്ലോ എന്നൊക്കെ പറയുമ്പം മറ്റേ രീതി ചിന്തിക്കുന്ന ആളെയാണ് അവിടെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, റിവാർഡ് ചെയ്യുന്നത്. ഒപ്പറൻ കണ്ടീഷനിങ് അങ്ങനെയൊക്കെ വന്നു അല്ലേ. സോ അങ്ങനെ അവരുടെ അഫക്റ്റീവ് കമ്പോണന്റിനെ മാറ്റി അത് അവരുടെ കൊഗ്നിറ്റീവ് കമ്പോണന്റും കൂടി ഇടയ്ക്ക് വെച്ചു. ഇതുവഴി രോഗങ്ങൾ പടരുമെന്നും രോഗങ്ങൾ പ്രതിരോധിക്കേണ്ടതാണെന്നും അതുമൂലം ഉണ്ടാകുന്ന അവസ്ഥകളെ പറ്റിയൊക്കെ പഠിച്ച് കൊഗ്നിറ്റീവ് കമ്പോണന്റും കൂടി അവർ കുത്തിക്കയറ്റി. ഇതെല്ലാം കാരണം എന്ത് പറ്റി? ബിഹേവിയറൽ ചേഞ്ച് ഉണ്ടായി അല്ലേ. ശൗചാലയങ്ങളിലോട്ട് ആൾക്കാർ മാറി തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് നേരത്തെ പറഞ്ഞത് സ്വച്ഛ് ഭാരത് അഭിയാൻ ഇതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ്. നമുക്ക് ഈ CAB മനസ്സിലാക്കാനും അതുപോലെ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നടന്നത്. അപ്പൊ നമുക്ക് ഈ രീതി അല്ലെ, ആ രീതി ചിന്തിച്ചപ്പോൾ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യാൻ സക്സസ് ആയി. നമുക്ക് ഇനി ഒരു കേസ് സ്റ്റഡി തരുമ്പോൾ നമുക്ക് ആ രീതി ചിന്തിച്ച ഒരു പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞൂടെ. ഇപ്പൊ വയലന്റ് മോബായിട്ടുള്ളൊരു ഇവിടുത്തെ ഒരു കേസ് നമ്മൾ സോൾവ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കവിടെ പോയിന്റ്സ് എഴുതുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാം എഴുതി അവരുടെ അഫക്റ്റീവ് കമ്പോണന്റ് മാറ്റണം. ഇപ്പൊ പറയാം അവർ വയലൻസ് ആണ്, അവർ എനർജിയാണ്. അവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് എത്തിക്കൊടുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കൾച്ചറൽ ഈവന്റ്സും പരിപാടിയൊക്കെ നടത്തിയാൽ അവരുടെ എനർജി നമുക്ക് ചാനലൈസ് ചെയ്ത് വിടാം. അപ്പൊ ആ രീതി ക്രിയേറ്റിവിറ്റി നമുക്ക് കൊണ്ടുവരാൻ ഈ പാഠത്തിലുള്ള കണ്ടന്റ്സ് നമ്മളെ സഹായിക്കും. ഓക്കെ, ഈ നോട്ട് ഈ മെറ്റീരിയൽ നമ്മൾ ഇന്ന് തന്നെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. നിങ്ങൾ ഈ നോട്ട് ഇട്ടെന്ന് പറഞ്ഞാൽ ഉറപ്പരുത്. ലൈക്ക് നിങ്ങളത് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ടൈപ്പ് ചെയ്തെടുക്കുക. നോട്ട് നല്ല രീതി യൂസ് ചെയ്യുക. കുറച്ച് എക്സാമ്പിൾസ് ഈ നോട്ടിൽ ലാക്ക് ചെയ്തെന്ന് എനിക്കിപ്പോൾ ക്ലാസ് എടുത്തപ്പോൾ തോന്നി. അത് നിങ്ങളായിട്ടൊന്ന് വാല്യൂഡേഷൻ ചെയ്യുക. ഞാനും ചെയ്തേക്കാം. ഇതിൽ നല്ല എക്സാമ്പിൾസ് ഇട്ടുവാണെങ്കിൽ ഐ വിൽ അപ്ഡേറ്റ് ഇൻ ദ കമന്റ് സെക്ഷൻ ഓർ either in our Telegram group. So do join our Telegram group from the link ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നോക്കിക്കോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഗൈസ്. അറൌണ്ട് 50 minutes ആയി. എല്ലാവരും ഒന്ന് വെള്ളമൊക്കെ കുടിച്ച് നടുവൊക്കെ നിവർത്തി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് just do what you are doing. Love you all. Thank you for the support. Bye bye.